എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു പ്രാർത്ഥനയോട് തുടങ്ങാം. പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ലാസ് ആരംഭിക്കുക. മൂർത്തിത്വേ പരികൽപ്പിതശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ചയജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. നമസ്കാരം. 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 എല്ലാവർക്കും നമസ്കാരം. KP ജ്യോതിഷത്തിലെ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ്. ഞാൻ എന്തായാലും ഒരു റീക്യാപ്പോട് തുടങ്ങുകയാണ്. KP ജ്യോതിഷത്തിന്റെയും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വേദിക് ജ്യോതിഷത്തിനും തമ്മിൽ ചെറിയൊരു വ്യത്യാസം അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്. എന്തായാലും ഒന്നുകൂടെ ചെയ്യുകയാണ് ഞാൻ. പ്രധാനമായിട്ട് വേദിക് ജ്യോതിഷം നോക്കുന്നത് രാശിയും ഭാവവും ദൃഷ്ടിയും. ഭാവസ്ഫുടത്തിന്റെ കസ്പൽ സബ്ലോഡ് എന്ന് പറയും. ഭാവസ്ഫുടത്തിന്റെ ഉപാധിപൻ, പിന്നെ നക്ഷത്രാധിപൻ, പിന്നെ ആ ഗ്രഹത്തിന്റെ അധിപൻ, ഉപാധിപൻ. ഇത് മൂന്നുമാണ് KP ജ്യോതിഷത്തിൽ പ്രധാനമായിട്ടുള്ള 3 പില്ലറുകൾ എന്ന് പറയുന്നത്. ഭാവസ്ഫുടത്തിന്റെ ഉപാധിപനും നക്ഷത്രത്തിന്റെ അധിപനും ആ ഗ്രഹത്തിന്റെ ഉപാധിപനും. ഇത് മൂന്നുമാണ് അതിന്റെ പില്ലർ എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ചാല് വേദിക് ജ്യോതിഷത്തില് രാശിയും പിന്നെ ചില സമയം അത് സമമായിട്ടും അസമമായിട്ടുള്ള ഭാവങ്ങളും ആണ് ഉപയോഗിക്കുന്നത്. ഇത് KP ജ്യോതിഷത്തിലാണെങ്കിൽ പ്ലാസിഡസ് സിസ്റ്റം എന്നാ പറയുന്നത്. ഭാവസ്ഫുടം അതിന്റെ ഭാവചലിത ചാർട്ട്. അപ്പൊ നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് ഭാവ കാരകത്വങ്ങൾക്കാണ് നമ്മൾ KPയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നുള്ളത് അയനാംശം. സാധാരണ കൂടുതലും ലഹരി അയനാംശമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ KP ഇതില് KP കൃഷ്ണമൂർത്തി സാർ തയ്യാറാക്കിയ KP അയനാംശമാണ് ഉപയോഗിക്കുന്നത്. ഇത് തമ്മിലുള്ള ഏതാണ്ട് വ്യത്യാസം ഒരു 0 ഡിഗ്രി 6 മിനിറ്റിന്റെ ഒരു വ്യത്യാസം. പിന്നെ വേദിക് ജ്യോതിഷത്തിൽ സാധാരണ നോക്കുന്നത് ഓരോ ഈവൻസ്, സംഭവങ്ങളും കാര്യങ്ങളും അതെല്ലാം നോക്കുന്നതിന് നമ്മൾ സാധാരണ ഗ്രഹയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ മറ്റുള്ള വർഗ ചാർട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്നത് കർശനമായിട്ടും ഭാവത്തിന്റെ കാരകങ്ങളും ഭാവസ്ഫുടത്തിന്റെ നിയമങ്ങളുമാണ്. പിന്നുള്ളത് ഒരു സമയം കണ്ടെത്തുന്ന ഒരു സംഭവം നടക്കുന്ന എപ്പോഴും, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്ന എപ്പോഴും എന്ന് കണ്ടെത്തുന്നത് ദശയും ഗോചരവും വെച്ചാണ് നമ്മൾ വേദിക് ജ്യോതിഷത്തിൽ. ഇവിടെയാണെങ്കിൽ ദശയും അന്തർദശയും പ്രത്യന്തദശയും അത് മൂന്നും വരുന്നത് സൈനിലോടും ഈ രാശിയാധിപനും നക്ഷത്രാധിപനും ഉപാധിപനും. അതാണ് ദശയും അന്തർദശയും പ്രത്യന്തർദശയിലും സാധാരണ സംഭവിക്കുന്നത്. പിന്നെ ഗോചരവും, പിന്നെ ആ സംഭവത്തിന്റെ സമയത്ത് ആ സമയത്ത് നമുക്ക് ഒരു വ്യക്തിചാർട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ലഗ്നത്തെയും കൂടെ ഈ ആ സമയത്തുള്ള പ്രശ്നം കൂടെ എടുത്തു വെച്ചിട്ട് പിന്നെ ചന്ദ്രന്റെയും ലഗ്നത്തിന്റെയും അധിപന്മാരും അതിന്റെ റൂളിംഗ് പ്ലാൻസ് ആണ്. ഒരു ദിവസം ഒരു സമയത്ത് നമ്മൾ ഒരു പ്രശ്നം ചെയ്യുമ്പോൾ ലഗ്നത്തിന്റെ 3 കാര്യങ്ങൾ, ലഗ്നത്തിന്റെ രാശിലോട്, നക്ഷത്രലോട്, ഉപാധിപൻ, ചന്ദ്രന്റെ രാശിലോട്, നക്ഷത്രലോട്, ഉപാധിപൻ. പിന്നെ ഏത് ദിവസമാണോ നമ്മൾ നോക്കുന്നത് ആ ദിവസത്തിന്റെ അധിപൻ. തിങ്കളാഴ്ച ചന്ദ്രനും ഞായറാഴ്ച സൂര്യനും അങ്ങനെ പോകും. ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇതാണ് ഇതിനകത്ത് ആയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഭാവബലം പറയുമ്പോഴും ആ ഭാവത്തിന്റെ സബ്ലോഡ് നിൽക്കുന്ന നക്ഷത്രത്തിന് അടിസ്ഥാനമാക്കി നമ്മളൊരു ഗ്രഹത്തിൽ നോക്കുമ്പോൾ ആ ഗ്രഹത്തിന്റെ സാധാരണ നോക്കുന്നത്, നമ്മളിപ്പോ ഒരു ഉദ്ദേശത്തിന് ഒരു 7ാം ഭാവം നോക്കുമ്പോൾ നമ്മൾ 7ാം ഭാവാധിപൻ എവിടെയാണ് എന്നാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല നോക്കുന്നത്. ആ ഭാവസ്ഫുടം എന്ന് പറയുന്നത് ആ ഭാവസ്ഫുടത്തിന്റെ
ഉപാധിപനെയാണ് എടുത്തിട്ട് ആ ഉപാധിപൻ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നോ അതുകൊണ്ടാണ് അതാണ് അത്രയും കൃത്യത വരുന്നത്. ചില നമ്മള് സാധാരണ KP ചെയ്തിരിക്കുന്നത് ഒരു നക്ഷത്രത്തെ നമ്മൾ 9 ചെയ്തിട്ടുണ്ട്. സാധാരണ വേദിക്കിലാണെങ്കിൽ 4 പാദങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പകരം നമ്മള് 9 ഭാഗമായിട്ട് ഒരു നക്ഷത്രത്തിന് ഡിവൈഡ് ചെയ്യുന്നു. ആ 9 ഭാഗം എന്ന് പറയുന്നത് നമ്മളെ വിംശോത്തരി ദശയിലെ ദശാധിപന്മാരുടെ ആ സീക്വൻസിൽ അവരുടെ എത്ര നാളാണോ ആ ദശ വരുന്നത് ആ ദശയുടെ അനുസരിച്ച് നമ്മൾ ഈ ഒരു നക്ഷത്രത്തിന്റെ 13 ഡിഗ്രി 20 മിനിറ്റിന് നമ്മൾ ഈ സമമായിട്ടല്ലാതെ അസമമായിട്ട് ഈ വിംശോത്തരി ദശയുടെ അധിപന്മാരുടെ കാലയളവിന് അനുപാതികമായിട്ട് വേണം നമ്മൾ ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് 9 എണ്ണം. 9 വെച്ചിട്ട് 27 ആകുമ്പം 243 നമുക്ക് ഉപാധിപന്മാരെ കിട്ടി. പിന്നുള്ളത് ഉദാഹരണത്തിന് നമുക്കിപ്പോ മേടത്തില് കാർത്തിക കാൽഭാഗം, അപ്പുറത്തെ സൈഡില് ഇടവത്തിൽ 1/4 ഭാഗം. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ആ കാൽഭാഗത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വരുമ്പോൾ ആ കാൽഭാഗത്തിന്റെ അപ്പുറത്തെ രണ്ടാം ഭാഗത്തിന്റെയും ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ബോർഡർ ഉണ്ട്. ആ ബോർഡറിൽ വരുന്നത് രണ്ട് ഉപാധിപന്മാർ വരും. ഒന്ന് മേടരാശിയെ വെച്ചുള്ള അധിപനും ഒന്ന് ഇടവരാശി വെച്ചുള്ള അധിപനും. ഇതുപോലെ വേറൊരെണ്ണം നമ്മുടെ എന്താണ് ഭിന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഭിന്ന നക്ഷത്രങ്ങൾ, ഈ ഭിന്ന നക്ഷത്രങ്ങളിൽ നമ്മള് കുജന്റെ ചൊവ്വയുടെ നക്ഷത്രങ്ങൾ നമ്മൾ എടുക്കാറില്ല. പക്ഷെ അവിടെ അത് വരാറില്ല. അവിടെ പകുതി അപ്പുറവും ഇപ്പുറവും പോകുന്നുണ്ട്, അവിടെ എടുക്കാറില്ല. അതേ സമയത്ത് സൂര്യന്റെയും വ്യാഴത്തിന്റെയും നക്ഷത്രങ്ങളുടെ ആ ഉപാധിപന്മാരാണ് നമുക്ക് ഒരു 7-9 നക്ഷത്രങ്ങളുടെ ഫസ്റ്റ് ഇതില് 2 എണ്ണം വെച്ച് 3 എണ്ണം വരും. മൂന്ന് ആദ്യത്തെ 9 പിന്നെ 9 പിന്നെ അങ്ങനെ 27 6 എണ്ണം കൂടെ വരും. അങ്ങനെ മൊത്തം 249 സബ് ലോഡുകൾ നമുക്ക് കിട്ടും. ഈ സബ് ലോഡ് വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൃത്യത കിട്ടും. നമുക്ക് സാധാരണ നമ്മൾ വേദിക് ജ്യോതിഷത്തിൽ അയനാംശം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 108 കിട്ടുന്നത്. പക്ഷെ ഇത് നമുക്ക് 249 കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഭാവഫലം പറയാനായിട്ട് കുറച്ചുകൂടെ ഓരോ ഫലങ്ങൾ പറയാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ കൃത്യത കിട്ടും. അതാണ് ഈ KP ജ്യോതിഷത്തിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പം ഭാവഫലം നോക്കുമ്പോൾ നമ്മൾ ഭാവസ്ഫുടത്തിന്റെ ഉപാധിപൻ ആരാണോ ആ ഉപാധിപൻ നിൽക്കുന്ന നക്ഷത്രം ഏതാ. ഉദാഹരണത്തിന് ഒരു ഭാവത്തിന്റെ സ്ഫുടം നിൽക്കുന്ന ഉദാഹരണത്തിന് മേടത്തില് കേതുവിലാണെന്ന് വെച്ചോളൂ. കേതുവിന്റെ ആദ്യത്തെ 1-2 ഡിഗ്രിക്ക് 1 ഡിഗ്രി ആണെങ്കിൽ 9 ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കേതുവിന്റെ ഉപാധിപൻ കേതു തന്നെ ആയിരിക്കും. ആ കേതു എവിടെ നിൽക്കുന്നോ കേതുവിന്റെ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ കേതു പോട്ടെ, കേതു അവിടെ നിൽക്കും. കേതു അല്ല, രണ്ടാമത്തെ ശുക്രൻ എടുക്കാം. അപ്പം കേതുവാണ് നമ്മുടെ ഇത്. അപ്പൊ കേതു എവിടെ നിൽക്കുന്നോ എന്നല്ല നോക്കുന്നത്, കേതുവിന്റെ നക്ഷത്രത്തിന്റെ അധിപൻ ആ കേതു. അപ്പോ ഉപാധിപൻ ഏതാണ്? ഈ ശുക്രനാണ്. അപ്പൊ ശുക്രൻ എവിടെ നിൽക്കുന്നോ ആ ശുക്രൻ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നോ ആ നക്ഷത്രത്തിന്റെ അധിപന്റെ ഭാവം ആ ഭാവങ്ങൾ എവിടെ, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നുള്ള സബ് ലോഡുകൾ ഞാൻ പറഞ്ഞത് 249 സബ് ലോഡുകൾ. അപ്പൊ കൃത്യമായിട്ടുള്ള പ്രവചനത്തിന് നമ്മൾ സാധാരണ ഒരു ഗ്രഹത്തിൽ നമ്മൾ ഈ സംഖ്യ ഉപയോഗിച്ചുള്ള പ്രശ്നം പറയുമ്പോൾ നമ്മൾ 108 അല്ലെങ്കിൽ 12 കബഡി നിരക്കി നമ്മൾ 12 രാശികൾ തിരഞ്ഞെടുക്കുന്നു. അല്ലെങ്കിൽ 108 എടുത്തിട്ട് നമ്മൾ ഏത് നവാംശം എന്ന് കണ്ടുപിടിക്കുന്നു. അതേസമയത്ത് KP-യിലാണെങ്കിൽ നമ്മൾ 249 നമ്പർ ചോദിച്ചിട്ട് ആ നമ്പർ എടുത്തിട്ട് ആ നമ്പർ നിൽക്കുന്ന സബ് ലോഡ് ഏതാണോ അതിന്റെ സബ് ലോഡിന്റെ നക്ഷത്രം വെച്ച് ആണ് നമ്മളത് പറയുന്നത്. ഭാവസ്ഫുടം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഭാവസ്ഫുടം എടുക്കുമ്പോൾ ആ ഡിഗ്രിയാണ് എടുക്കുന്നത്. അത് സാധാരണ വേദിക് ജ്യോതിഷത്തിൽ 2 രീതിയിൽ വരാറുണ്ട്. ഒന്ന് ചെറിയ ഒരു വ്യത്യാസം, രാശിമാനം അനുസരിച്ച് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എന്നാലും ആ ഒരു രാശിയില് ഒരു ഭാവം വെച്ചായിരിക്കും നമുക്ക് വേദിക് ജ്യോതിഷത്തിൽ കിട്ടുന്നത്. പക്ഷേ ഈ KP ജ്യോതിഷത്തിൽ ചില സമയങ്ങളിൽ 12 ഭാവങ്ങളും പല ഡിവിഷൻ ദൂരമായിരിക്കും ഓരോ ഭാവത്തിൽ. ചിലപ്പോൾ
30 കുറഞ്ഞിരിക്കും, ചിലപ്പോൾ 30 കൂടിയിരിക്കും. അപ്പൊ 30 കുറഞ്ഞിരുന്നാലും നമുക്ക് മിക്കവാറും എല്ലാ രാശിയിലും ഓരോ ഭാവം കിട്ടും. പക്ഷെ 30 കൂടിയിരുന്നാൽ ചില രാശിയിൽ ഭാവം ഇല്ലാതെ പോകും. ആ ഭാവം ഇല്ലാതെ പോകുന്ന രാശി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഒരു 1-ാം ഭാവം മേടം എന്ന് നമ്മൾ എടുത്തു. പക്ഷെ 2-ാം ഭാവത്തിന്റെ 2ന്റെയും 3ന്റെയും ഭാവസ്ഫുടങ്ങൾ നമുക്ക് ചിലപ്പോ ഇടവത്തിൽ കിട്ടും. അപ്പോ 2ന്റെയും 3ന്റെയും ഭാവത്തിന്റെ തുടക്കത്തിന്റെ അത് രാശിയുടെ അധിപനാണ് നമുക്ക് 2-ന് 3-ന് കിട്ടുന്നത്. അത് സാധാരണ നമ്മളെ വേദിക് ജ്യോതിഷത്തിൽ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അത് നമ്മൾ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴും ആ ഗ്രഹത്തിന്റെ 12-ാം ഭാവാധിപൻ ആ ഗ്രഹങ്ങൾ തരുന്ന ഫലങ്ങളെ നിരാകരിക്കുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയോ അല്ലെ അതിന്റെ കുറവ് വരുത്തുകയോ ചെയ്യും. 12-ാം ഭാവം എന്ന് പറയുന്നത് ഏത് ഗ്രഹത്തിന്റെ, ഉദാഹരണത്തിന് നമ്മൾ വിവാഹം എടുത്തു. വിവാഹത്തിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ 7ആണ്. അപ്പോൾ 12-ാം അതിന്റെ 12 എന്ന് പറഞ്ഞാൽ 6-ാം ഭാവമാണ്. അപ്പൊ നമ്മൾ ഗ്രഹങ്ങൾ നോക്കുമ്പോൾ ആ 12-ൽ നമുക്ക് വിവാഹം തരുന്ന ഗ്രഹം 7-ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ 7-ാമത്തെ രാശിയിൽ ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ അത് നിൽക്കുന്നത് 7-ാം ഭാവത്തിലായിരിക്കത്തില്ല, 6-ാം ഭാവത്തിലായിരിക്കും. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ 7ന്റെ 12 ആയതുകൊണ്ട് നമുക്ക് കല്യാണത്തിന് നല്ലത് തരുന്നതിന് പകരം മോശമായ അനുഭവങ്ങളായിരിക്കും നമുക്ക് കല്യാണത്തിന് കിട്ടുന്നത്. അതുപോലെ എല്ലാ രാശികളുടെയും എല്ലാ ഭാവങ്ങളുടെയും ഭാവകാരകത്വങ്ങൾക്ക് അതിന്റെ 12-ാമത്തെ ഭാവാധിപൻ 12-ാമത്തെ ഭാവം അതിന് മോശമായിട്ട് തരും. ഇനി നമുക്ക് KP ജ്യോതിഷത്തിന്റെ ഒരു ചാർട്ട് പരിചയപ്പെടാം. ഇതൊരു KP ജ്യോതിഷത്തിന്റെ ചാർട്ടാണ്. ഇപ്പൊ ഞാൻ ആദ്യം സിമ്പിൾ ആയിട്ട് തന്നെ തുടങ്ങുകയാണ്. ആദ്യത്തത് മേടരാശി. ഇതിന്റെ നോട്ട്സ് ഇതേപോലെ തരൂ, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തരൂ. ഇത് ഞാൻ നോട്ടായിട്ട് തരും, ഇതുപോലെ തന്നെ നോട്ടായിട്ട് തരും. ഓക്കെ, താങ്ക്സ്. ഇത് തന്നെ നോട്ടായിട്ട് തരും. നോട്ട് തന്നെയാണ് ഞാൻ ഇത് തന്നെയാണ് നോട്ടായിട്ട് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനും എളുപ്പമുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് അറിയാനുള്ളത്, ഈ ഗ്രഹങ്ങളുടെ മലയാളം പേരിന് പകരം നമ്മൾ ഇംഗ്ലീഷ് പേര് ഈ ഉപയോഗിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അറിയാൻ വയ്യാതെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയാൻ കൊള്ളാം. ഇപ്പൊ സൂര്യന് പകരം സൺ. അതെ, പറയൂ. ഇത് ബേസിക് ആയിട്ട് അറിയാത്തവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല KP. ഇത് ഞാൻ ആ രീതിയിലാണ് ഇപ്പൊ എടുത്തോണ്ട് പോകുന്നത്. ഗുണം ചെയ്യും നിങ്ങൾക്ക്. എന്നാലും ബേസിക് കുറച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴും ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ബേസിക്കിൽ പോകില്ല, എന്നാലും പറഞ്ഞു വരുന്നിടത്തോളം കാലം കാര്യങ്ങൾ മനസ്സിലാവും. ബേസിക് കുറച്ച് എടുക്കുന്നത് സ്വന്തമായിട്ട് പഠിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു കോഴ്സ് ചേരുന്നത് നന്നായിരിക്കും. എന്നാലും ഞാൻ ബേസിക്കിൽ കൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്. അതാണ് ഞാൻ ഈ ചാർട്ട് ഇപ്പൊ എടുത്തു വെച്ചത്. നമുക്കിത് തുടരാം. ഇപ്പം ഒന്നാമത്തെ രാശി എന്ന് പറയുന്നത് മേടമാണ്. അപ്പൊ രാശി എപ്പോഴും രാശി തന്നെയായിരിക്കും, അത് മാറത്തില്ല. 2-ാമത്തെ ഇടവം, 3-ാമത്തത് മിഥുനം, 4-ാമത്തത് ചിങ്ങം, 5-ാമത്തത് കന്നി, 6-ാമത്തത് തുലാം, 6-ാമത്തെ കന്നി, 7-ാമത്തത് തുലാം, 8-ാമത്തത് വൃശ്ചികം, 9-ാമത്തത് ധനു, 10-ാമത്തത് മകരം, 11-ാമത്തത് കുംഭം, 12-ാമത്തത് മീനം. ഇതിൽ ഇപ്പോൾ സൂര്യൻ, ഇപ്പൊ ഈ ഗ്രഹങ്ങളെ പരിചയപ്പെടുത്താം. ഇതിലിപ്പോ സൂര്യൻ നിൽക്കുന്നത് മേടത്തിലാണ്. ഭാവം നമുക്ക് പിന്നെ പറയാം. ആദ്യം നമുക്ക് മേടത്തിൽ സൂര്യൻ നിൽക്കുന്നു, ഇടവത്തിൽ വ്യാഴം നിൽക്കുന്നു. ഇത് ഈ അക്ഷരങ്ങളും മനസ്സിലാക്കാൻ ഒക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിന് പകരം ഞാൻ മലയാളത്തിൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തത് സൂര്യൻ എന്നുള്ളത് SU ഇട്ടേക്കുന്നത്. അപ്പം എനിക്ക് ചെയ്യാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പം സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ SU എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം സൂര്യൻ 2-ാം രാശിയിൽ വ്യാഴം നിപ്പുണ്ട്, 4-ാമത്തെ രാശിയിൽ ചൊവ്വ നിപ്പുണ്ട്, 6-ാമത്തെ രാശിയിൽ കേതു നിപ്പുണ്ട്, 7-ാമത്തെ രാശിയിൽ ചന്ദ്രൻ നിപ്പുണ്ട്, 12-ാമത്തെ രാശിയിൽ ബുധനും രാഹുവും ശനിയും ശുക്രനും നിൽക്കുന്നുണ്ട്. ഇതാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത്. ഇതിൽ ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ
ഗ്രഹസ്ഫുടം എഴുതിയിട്ടുണ്ട്, ഓരോത്തിനെയും ഭാവസ്ഫുടം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ മേടത്തിൽ വന്നിരിക്കുന്നു. അത് 12 ഡിഗ്രി 13 മിനിറ്റ് മേടത്തിൽ നിൽക്കുന്നു. രണ്ടാമത്തെ ഭാവം എന്ന് പറഞ്ഞാല് 11 ഡിഗ്രി 56 മിനിറ്റിൽ ഇടവത്തിൽ നിൽക്കുന്നു. അത് ഏതാണ്ട് 30 ഡിഗ്രിക്ക് തൊട്ട് താഴെയാണ് വരുന്നത്. അതേ സമയത്ത് മൂന്നാമത്തെ ഭാവത്തില് 8 ഡിഗ്രി 45 മിനിറ്റാണ് മൂന്നാമത്തെ ഭാവം. നാലാമത്തെ ഭാവം 5:32. ആറാമത്തെ ഭാവം ചിങ്ങത്തില് 4:57. ആറാമത്തെ ഭാവം 7:58 കന്നിയില്. ഏഴാമത്തെ ഭാവം 12:13 തുലാത്തില്. എട്ടാം ഭാവം 11:56 വൃശ്ചികത്തില്. ഒമ്പതാം ഭാവം 8:45 ധനുവില്. 10ാം ഭാവം 5:32 മകരത്തില്. 11ാം ഭാവം 4:57 കുംഭത്തില്. 12ാം ഭാവം 7:56 മീനത്തില്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഏഴാമത്തെ ഭാവത്തിന്റെ സ്ഫുടവും ഒന്നാമത്തെ ആ ഭാവത്ത് അതിൽ എല്ലാത്തിന്റെ 1ഉം 7ഉം എല്ലാം എതിരെയുള്ള എല്ലാം സമമായിരിക്കും. അതാണ് ഇതിനകത്തൊരു പ്രത്യേകത. ഇനിയിപ്പോ നമുക്ക് ഗ്രഹങ്ങൾ നിൽക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. സൂര്യൻ മേടത്തിൽ നിൽക്കുന്നു. സൂര്യൻ നിൽക്കുന്നത് 0 ഡിഗ്രി 14 മിനിറ്റിലാണ്. അതേസമയത്ത് നമ്മുടെ ഭാവം തുടങ്ങുന്നത് 12 ഡിഗ്രി 13 മിനിറ്റിലാണ്. അപ്പോ ആ ഭാവം നമ്മൾ അവിടെ ഇത് ഒന്നിലല്ല സൂര്യൻ നിൽക്കുന്നത്. നമ്മൾ 12ാമത്തെ ഭാവത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഭാവം തുടങ്ങുന്നത് ഭാവത്ത് കസ്പ് എന്നാണ് അത് പറയുന്നത്. കസ്പ് എന്ന് വെച്ചാൽ ഒരു ബൗണ്ടറി. ഭാവത്തിന്റെ തുടരുന്നത് 1 ഡിഗ്രി 12 ഡിഗ്രി 13 അതേസമയത്ത് സൂര്യൻ നിൽക്കുന്നത് ഏതാണ്ട് 12 ഡിഗ്രി വ്യത്യാസത്തിൽ 0 ഡിഗ്രി 14 മിനിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഗുണമെന്നുവെച്ചാൽ ഒന്നാം ഭാവം നിൽക്കുന്നതും 13 ഡിഗ്രി 20 ആയതുകൊണ്ട് കേതുവിലാണ് നിൽക്കുന്നത്. സൂര്യൻ നിൽക്കുന്നതും 0 ഡിഗ്രി 14 കേതുവാണ്. പക്ഷെ ഇത് രണ്ടിന്റെയും ഉപാധിപന്മാരെന്ന് പറയുന്നത് ഒന്ന് ഏതാണ്ട് അവസാനം പോയി, ഒന്ന് ആദ്യം വന്നു. അപ്പൊ മിക്കവാറും അത് കണക്ക് നോക്കുമ്പോൾ അറിയത്തുള്ളൂ. ഉദാഹരണത്തിന് പറയാണ്, സൂര്യൻ നിൽക്കുന്നത് കേതുവിന്റെ ഉപാധിപനായിട്ടാണ്. അതേ സമയത്ത് ഭാവം നിൽക്കുന്നത് 12 13 ആകുമ്പോൾ മിക്കവാറും അത് അവസാനം വരുന്ന ഒന്നുകിൽ ബുധനായിരിക്കാം, അല്ലെങ്കിൽ ശനിയായിരിക്കാം. ബുധന്റെയോ ശനിയോ ഉപാധിപനായിരിക്കാം 12 ഡിഗ്രി 13 മിനിറ്റിൽ വരുന്നത്. അത് കണക്കൂട്ടുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പൊ രണ്ടാമത്തെ ഡിഗ്രി 11 ഡിഗ്രി 56 മിനിറ്റ്. അവിടെ വ്യാഴം നിൽപ്പുണ്ട്. വ്യാഴം നിൽക്കുന്നത് 24 ഡിഗ്രി 2 മിനിറ്റിലാണ്. എന്ന് വെച്ചാൽ വ്യാഴം രണ്ടാം ഭാവത്തിൽ തന്നെ നിൽപ്പുണ്ട്. മൂന്നാം ഭാവത്തില് മൂന്നെന്ന് പറഞ്ഞാൽ മൂന്നാം ഭാവം 8 ഡിഗ്രി 45 മിനിറ്റാണ്. അവിടെ ഒരു വ്യത്യാസം കാണാവുന്നത്, കുജൻ നിൽക്കുന്നത് 4 ഡിഗ്രി 13 നാലാം ഭാവം നിൽക്കുക 5:12 അപ്പൊ നോക്കുമ്പോ അത് നമ്മളിപ്പം വെച്ച് കണക്ക് നോക്കുമ്പം അതിപ്പോ മൂന്നാം ഭാവത്തിന്റെ ഗുണങ്ങളാണ് തരേണ്ടത്. പക്ഷെ നമുക്ക് അവിടെ ഒരു ചെറിയ കൺസെഷൻ കൊടുക്കുന്നുണ്ട്. ഒരു പാദത്തിന്റെ നീളം എത്രയാണോ എന്ന് വെച്ചാൽ 3 ഡിഗ്രി 20 മിനിറ്റ്. അപ്പം ഭാവത്തിന്റെ അടുത്ത് 3 ഡിഗ്രി 20 മിനിറ്റ് ആണെങ്കിൽ ആ ഭാവത്തിന്റെ ഫലം കൂടുതൽ തരികയും അതിന് പിറകുള്ള ഭാവത്തിന്റെ ഫലം കുറച്ച് തരികയും ചെയ്യും എന്നുള്ളതാണ് KP-യിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ നാലാം ഭാവം എടുത്തു നോക്കിയാൽ കുജൻ ഏറ്റവും അടുത്ത് 3 ഡിഗ്രി 20 മിനിറ്റിനകത്ത് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുജൻ തരുന്ന ഫലം ഏറ്റവും കൂടുതൽ നാലാം ഭാവത്തിൻ്റെതായിരിക്കും. മൂന്നാം ഭാവത്തിന്റെ അത് വളരെ കുറച്ച് കാണത്തേ ഉള്ളൂ. അഞ്ചാം ഭാവം 4 ഡിഗ്രി 57 മിനിറ്റ്. പിന്നെ കേതു അതുപോലെ തന്നെയാണ്. കേതു 1 ഡിഗ്രി 55 മിനിറ്റിലാണ് നിൽക്കുന്നത് മേടത്തിൽ, കന്നിയിൽ. അവിടെ ആറാം ഭാവം തുടങ്ങുന്നത് 7 ഡിഗ്രി 58 മിനിറ്റാണ്. അപ്പൊ 7 മിനിറ്റ് ഏതാണ്ട് നമുക്ക് 6 ഡിഗ്രിയുടെ വ്യത്യാസത്തിൽ പിറകിലാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ അത് ആറാം ഭാവത്തിലല്ല, 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് തരുന്ന ഫലം 5ാം ഭാവത്തിന്റെ ഫലം തന്നെയായിരിക്കും. അടുത്തത് ചന്ദ്രൻ നിൽക്കുന്നത് 11 ഡിഗ്രി 35 മിനിറ്റിലാണ്. അതേസമയത്ത് അവിടെ 7ാം ഭാവം തുടങ്ങുന്നത് 12 ഡിഗ്രി 13 മിനിറ്റിലാണ്. അപ്പൊ 11 ഡിഗ്രി വളരെ അടുത്തായതുകൊണ്ട് ചന്ദ്രൻ തരുന്നത് 6ാം ഭാവത്തിന്റെ അല്ല 7ാം ഭാവത്തിന്റെ ഫലം തന്നെയായിരിക്കും തരുന്നത്. പിന്നെ ഇവിടെ 7 ഡിഗ്രി 58 മിനിറ്റിൽ 12ാം ഭാവം നിൽക്കുന്നു. ശുക്രൻ
ശുക്രൻ നിൽക്കുന്നത് 0°31'. അപ്പൊ ശുക്രൻ തരുന്നത് 11ാം ഭാവത്തിന്റെ ഫലങ്ങളായിരിക്കും. വ്യാഴം ശനി നിൽക്കുന്ന 1°53'. അപ്പൊ ശനിയും തരുന്നത് 11ാം ഭാവത്തിന്റെ ഫലങ്ങളായിരിക്കും. പിന്നെ രാഹു നിൽക്കുന്നത് 1°55'. അതും 11ാം ഫലത്തിന്റെ തരും. ഇത് ഏതാണ്ട് മെർക്കുറി നിൽക്കുന്നത് 4°32'. ഇതിന്റെ കൂടെ ഏതാണ്ട് 20 കൂട്ടുമ്പോൾ ഏതാണ്ട് 12ാം ഭാവത്തിൻ്റെയോടുകൂടി ചേർന്ന് നിൽക്കുന്നത് നമുക്ക് അത് ഏറ്റവും കൂടുതൽ ഫലം തരുന്നത് 12ാം ഭാവത്തിന്റെ ആയിരിക്കും. അല്ലാതെ 11ാം ഭാവത്തിന്റെ വളരെ കുറച്ച് തരുള്ളൂ. അപ്പൊ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാവം ഏതാണോ, ഒരു 3°20' അകത്ത് നിൽക്കുന്ന ഭാവം അതാണോ ആ ഭാവത്തിന്റെ ഫലങ്ങളായിരിക്കും അങ്ങനെ തരുന്നത്. അടുത്തത് നക്ഷത്രങ്ങള്. സർ ഒരു സെക്കൻഡ്. പറയും. എന്റെ കളർ ഒന്ന് മാറ്റാൻ പറ്റുമോ സർ? കളർ കൊണ്ട് കാണാൻ പറ്റുന്നില്ല ഡിഗ്രി എഴുതിയിരിക്കുന്നത് ഭാവത്തിന്റെ. അത് ഞാൻ മാറ്റിത്തരാം. അത് ഞാൻ നോട്ട് തരാമ്പോൾ ഞാൻ മാറ്റിത്തരാം. ഓക്കെ മാറ്റിത്തരാം. ഓക്കെ. അപ്പൊ ഞാനിത് എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചുകൊണ്ട് അത് വന്നാണ് ഞാനത് ഞാൻ നോട്ട് തരുമ്പോൾ ഞാനത് മാറ്റിത്തരാം. ഇത് അശ്വതിയും മകവും മൂലവും. അശ്വതിയും മകവും മൂലവും അത് അവരുടെ എഴുതി മാറിപ്പോയി, സോറി. അശ്വതിയും മകവും മൂലവും കേതുവാണ്. ഭരണി പൂരം പൂരാടം ശുക്രനാണ്. അശ്വതി മകം മൂലം. അശ്വതി മകം മൂലം എന്ന് പറയുന്നത് കേതുവാണ്. ഭരണി പൂരം പൂരാടം അത് ശുക്രനാണ്. അതെ അതെ, ദിശയല്ല, നക്ഷത്രനാഥൻ. ഓരോ നക്ഷത്രത്തിന്റെയും അധിപൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ദിശാനാഥൻ എന്ന് പറയുന്നത്, അല്ലേ? ദിശയല്ല നോക്കുന്നത്, നമ്മുടെ നക്ഷത്രത്തിന്റെ അധിപൻ എന്നുള്ളതാണ്. അശ്വതിയുടെയും മകത്തിന്റെയും മൂലത്തിന്റെയും അതിന്റെയും അധിപൻ എന്ന് വെച്ചാൽ അതിന്റെ നക്ഷത്രത്തിന്റെ ദശാധിപൻ അല്ല, നക്ഷത്രാധിപൻ എന്ന് പറയുന്നത്. നക്ഷത്രത്തിന് അതിനകത്ത് വേറൊരു വ്യത്യാസമുണ്ട്. ഈ നക്ഷത്രങ്ങൾക്ക് 2 സ്ഥാനമുണ്ട്. ഒന്ന് നക്ഷത്രത്തിന്റെ അധിപൻ വരും, അത് ഗ്രഹങ്ങളാണ്. പിന്നുള്ള നക്ഷത്രത്തിന്റെ ദേവത വരും, അത് ഈ ഗ്രഹവും ദേവതയും വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, താങ്ക്സ്. ഭരണിയുടെ ശുക്രനായി. അത് കഴിഞ്ഞാൽ കാർത്തിക, അത് സൂര്യനായി. രോഹിണി ചന്ദ്രനായി. മകേരം ചൊവ്വയായി. തിരുവാതിര രാഹു. നമ്മുടെ ദശാനാഥന്മാര് തന്നെയാണ് നക്ഷത്രനാഥന്മാരും. പുണർദം എന്ന് പറഞ്ഞാൽ വ്യാഴം. പൂയം ശനി. ആയില്യം ബുധൻ. അപ്പൊ അശ്വതി മകം മൂലം കേതുവാണ്. ഭരണി പൂരം പൂരാടം ശുക്രനാണ്. കാർത്തിക ഉത്രം ഉത്രാടം സൂര്യനാണ്. രോഹിണി അത്തം തിരുവോണം ചന്ദ്രനാണ്. മകൈരം ചിത്തിര അവിട്ടം ചൊവ്വയാണ്. രാഹു തിരുവാതിര ചോതി ചതയം രാഹുവാണ്. പുണർദം വിശാഖം പൂരിട്ടാതി വ്യാഴമാണ്. പൂയം അനിഴം ഉത്രട്ടാതി ശനിയാണ്. ആയില്യം തൃക്കേട്ട രേവതി ബുധനാണ്. ഇനി ഓരോ നക്ഷത്രങ്ങൾക്കുള്ള ഡിഗ്രികൾ. അശ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ 1ാം മേടത്തില് 0° മുതൽ 13°20' വരെ അശ്വതിയാണ്. അപ്പൊ അതിനകത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അധിപൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ അശ്വതി.
അപ്പൊ അതിന്റെ അധിപൻ ആരായിരിക്കും? അശ്വതി എന്ന് പറയുമ്പോൾ കേതുവായി. ഭരണി എന്ന് പറഞ്ഞാൽ 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 26 ഡിഗ്രി 40 മേടം ഭരണിയാണ്, മേടം. ആ ഭരണിയുടേത് ശുക്രനാണ്. കാർത്തികയ്ക്ക് 2 എണ്ണം വരും. കാർത്തിക വരുന്നത് 26-40 മുതൽ 30 ഡിഗ്രി വരെ മേടത്തിലും, ബാക്കി 0 മുതൽ 10 ഡിഗ്രി വരെ നമുക്ക് രോഹിണിയിലും വരും. അപ്പോ അത് രണ്ടിന്റെയും നക്ഷത്രനാഥൻ ഒന്നാണ്, പക്ഷെ രാശിനാഥൻ 2ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നമുക്ക് അവിടെ വരുമ്പോൾ അവിടുത്തെ ഉപാധിപൻ മാറും. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ രോഹിണി ഇടവത്തിൽ വന്നു. മകയിരം മിഥുനത്തിലും ഇടവത്തിൽ 23 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 6 ഡിഗ്രി 40 വരെ മിഥുനത്തിൽ വന്നു. അത് കഴിഞ്ഞാൽ തിരുവാതിരയായി. 6 ഡിഗ്രി മുതൽ 6:40 മുതൽ 20 ഡിഗ്രി വരെ മിഥുനത്തില് തിരുവാതിരയായി. പുണർദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ പുണർദം വന്നു. ബാക്കി 1 ഡിഗ്രി മുതൽ 3 ഡിഗ്രി 20 മിനിറ്റ് വരെ കർക്കിടകത്തിലും വന്നു. പിന്നുള്ളത് പൂയ കർക്കിടകത്തില് 3 ഡിഗ്രി 16 മിനിറ്റ് 40 മിനിറ്റ് വരെ കർക്കിടകത്തിൽ. ആയില്യം എന്ന് പറഞ്ഞാൽ ബുധന്റെതാണ്. കർക്കിടകത്തിൽ 16:40 മുതൽ 30 വരെ കർക്കിടകമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് ഇത് പോയി. അടുത്ത രണ്ടാമത്തത് വീണ്ടും അതേപോലെ തുടങ്ങുകയാണ്. 0 ഇവിടെ ചിങ്ങത്തില് 0 മുതൽ 13 വരെ കേതുവിന്റെ നക്ഷത്രമായ മകം വന്നു. 13-26 വരെ ചിങ്ങത്തില് പൂരത്തിന്റെ നക്ഷത്രമായ ശുക്രന്റെ നക്ഷത്രമായ പൂരം വന്നു. അത് കഴിഞ്ഞ് അടുത്ത ഉത്രം ചിങ്ങത്തില് 10 ഡിഗ്രിയും ചിങ്ങത്തിൽ 1 നക്ഷത്രപാദം എന്ന് വെച്ചാൽ 3 ഡിഗ്രി 20 മിനിറ്റും ബാക്കി 10 ഡിഗ്രി കന്നിയിലും സൂര്യന്റെ നക്ഷത്രമായ ഉത്തരം വന്നു. ബാക്കി 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി വരെ രോഹിണിയുടെ നക്ഷത്രമായ അത്തം വന്നു. ചിത്തിര അപ്പുറം ഇപ്പുറം ഉണ്ട്. ചിത്തിര പകുതിയാണ്. പകുതി ഇപ്പുറത്തും അത് വെച്ചാൽ 23-20 മുതൽ അപ്പുറത്ത് 6:40 വരെ ചൊവ്വയുടെ നക്ഷത്രമായ ചിത്തിര വന്നു. അവിടെ വീണ്ടും 13 ഡിഗ്രി എന്ന് വെച്ചാൽ 6:40 മുതൽ 20 ഡിഗ്രി വരെ ചോതി വന്നു. അത് കഴിഞ്ഞാൽ ചോതി വന്നു. പിന്നെ വിശാഖം, അവിടെ 10 ഡിഗ്രിയും ഇപ്പുറത്ത് 3 ഡിഗ്രി 20 മിനിറ്റും വിശാഖത്തിന് 3 ഡിഗ്രി 20 മിനിറ്റും 10 ഡിഗ്രി അവസാനത്തെ 10 ഡിഗ്രി തുലാത്തിലുമായിട്ട് വിശാഖം വന്നു. വിശാഖം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ നക്ഷത്രം. പിന്നെ അനിഴം, ശനിയുടെ നക്ഷത്രമായ അനിഴം 3 ഡിഗ്രി 20 മുതൽ 16 ഡിഗ്രി 40 വരെ അനിഴം വന്നു. ബാക്കി അവിടുത്തെ 13 ഡിഗ്രി 20 മിനിറ്റ് എന്ന് വെച്ചാല് 16:40 മുതൽ 30 ഡിഗ്രി വരെ വൃശ്ചികത്തില് ബുധന്റെ നക്ഷത്രമായ കേട്ട വന്നു. പിന്നെ അടുത്ത സെറ്റ് വന്നു. വീണ്ടും മൂലത്തില് ആദ്യത്തെ കേതുവിന്റെ നക്ഷത്രമായ മൂലം വന്നു. അത് കഴിഞ്ഞാൽ പൂരാടം വന്നു. അത് കഴിഞ്ഞാൽ ഉത്രാടം, സൂര്യൻ നക്ഷത്രം ഉത്രാടം വന്നു. അത് കഴിഞ്ഞാൽ തിരുവോണം വന്നു. പിന്നെ അനിഴം വന്നു, അവിട്ടം വന്നു, ചതയം അപ്പുറവും ഇപ്പുറമായിട്ട് ചതയം വന്നു. പിന്നെ അടുത്ത് കഴിഞ്ഞ് പൂരിട്ടാതി 10 ഡിഗ്രി ഇപ്പുറത്തും 3 ഡിഗ്രി 20 മിനിറ്റ് അപ്പുറത്തും പൂരിട്ടാതി വന്നു. പിന്നെ 13 ഡിഗ്രി 20 മിനിറ്റ് ഉത്രട്ടാതി ശനിയുടെ നക്ഷത്രം വന്നു. അത് കഴിഞ്ഞാൽ രേവതി ബുധന്റെ നക്ഷത്രം അത് വന്നു. ഇതാണ് നക്ഷത്രത്തിന്റെ ഇത് വരുന്നത്. ഇനി നമുക്ക് ഓരോ ഗ്രഹങ്ങള് നിൽക്കുന്നതും അതിന്റെ നക്ഷത്ര ലോഡ് ഏതാണ്, നക്ഷത്രത്തിന്റെ അധിപനും ഉപാധിപനും ഏതാണെന്ന് വരുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. സൂര്യൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ്. വൃശ്ചികത്തില് 1 ഡിഗ്രി 56 മിനിറ്റ് 11 ഡിഗ്രി. അവിടെ 1 ഡിഗ്രി 56 മിനിറ്റ് 11 ഡിഗ്രി എന്ന് പറഞ്ഞാല് നമുക്ക് വൃശ്ചികത്തിൽ വിശാഖ നക്ഷത്രമാണ് വരുന്നത്. വിശാഖത്തിന്റെ 4ാമത്തെ പാദം വരും. അപ്പോ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ എന്ന് പറഞ്ഞാല് ചൊവ്വയാണ്.
അത് വിശാഖമായതുകൊണ്ട് അതിന്റെ നക്ഷത്രാധിപൻ വ്യാഴമായി, അതിന്റെ ഉപാധിപൻ വരുന്നത് ആ ഒരു കാൽക്കുലേഷൻ നോക്കുമ്പോൾ അതിന് രാഹു അതിന്റെ ഉപാധിപൻ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സൂര്യൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് 1°56 വൃശ്ചികത്തില്. അപ്പം വൃശ്ചികത്തില് ആയതുകൊണ്ട് വൃശ്ചികത്തിന്റെ രാശ്യാധിപൻ ആണ് അതിന്റെ ചൊവ്വയും, അതിന്റെ നക്ഷത്രാധിപൻ വ്യാഴവും, അതിന്റെ ഉപാധിപൻ രാഹുവും വന്നു. ചന്ദ്രൻ നിൽക്കുന്നത് തുലാത്തിലാണ്. തുലാത്തിൽ 8°56 അത് ചോതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ചോതിയുടെ അപ്പൊ ആ തുലാത്തിലാവുമ്പോ തുലാത്തിന്റെ രാശി എന്ന് പറയുന്നത് ശുക്രനായി, നക്ഷത്രൻ രാഹുവായി, അതിന്റെ സബ്ലോഡ് എന്ന് പറയുന്ന ഉപാധിപൻ എന്ന് പറയുന്നത് വ്യാഴമായി. അത് വ്യാഴത്തിന്റെ ആ സബ്ലോഡിന്റെ കാര്യം നിങ്ങൾ ഇപ്പം പറയുന്നത് കേൾക്കുക. ബാക്കി അത് എങ്ങനെ വരുന്നു എന്നുള്ളത് അതിന്റെ ചാർട്ടും കൂടെ ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നുള്ളത് കുജൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ്. വൃശ്ചികത്തില് 15°43' അനിഴ നക്ഷത്രത്തില് ശനിയുടെ അനിഴ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോ വൃശ്ചികമായതുകൊണ്ട് അത് കുജൻ വന്നു, അതിന്റെ നക്ഷത്രത്തിലാണ് ശനി വന്നു, ഉപാധിപൻ വ്യാഴം വന്നു. ബുധൻ നിൽക്കുന്നത് അവിടെ തന്നെയാണ്. അത് ചെറുതായതുകൊണ്ട് മെർക്കുറി ഇതാണ്. ബുധൻ 7°8' ബുധൻ നിൽക്കുന്നത്. ബുധൻ നിൽക്കുന്നത് അനിഴത്തിലാണ്. പക്ഷെ അനിഴം 2ാം പാദമാണ്. പക്ഷെ അവിടെ അത് 2ാം പാദമാണ്. അപ്പൊ അവിടെയും നക്ഷത്രാധിപൻ സെയിമായി, രാശ്യാധിപൻ സെയിമായി, അതിന്റെ ഉപാധിപൻ മാറി. ഉപാധിപൻ ബുധൻ വന്നു. അപ്പം ഒരേ വൃശ്ചികത്തില് 15° നിൽക്കുന്ന അനിഴ നക്ഷത്രത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഉപാധിപൻ വ്യാഴവുമായി, ബുധന്റെ ഉപാധിപൻ ബുധൻ തന്നെയായി. അപ്പൊ അതാണ് ആ വ്യത്യാസം വരുന്നത്. ഒരേ സൂര്യനും അതുപോലെയാണ്. സൂര്യൻ നിൽക്കുന്നത് പക്ഷെ വൃശ്ചികത്തിലാണ്. സൂര്യൻ നിൽക്കുന്നതിന്റെ രാശിയിലോട് ഇത് 3നും ഒരേപോലെയാണ്. പക്ഷെ നക്ഷത്രങ്ങളോട് സൂര്യൻ നിൽക്കുന്നത് വ്യാഴത്തിലാണ്, അതിന്റെ സബ്ലോഡ് എന്ന് പറയുന്നത് രാഹുവാണ്. പിന്നെ വ്യാഴം നിൽക്കുന്നത് അതിന്റെ ഉച്ചസ്ഥാനത്താണ്, കർക്കിടകത്തിലാണ്. കർക്കിടകത്തിൽ വ്യാഴം 0° നിൽക്കുന്നത്. 0° എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടേബിൾ വെച്ച് നോക്കുമ്പോൾ പുണർദത്തിന്റെ 4ാം പാദത്തിലാണ് വരുന്നത്. പുണർദത്തിന്റെ 4ാം പാദത്തില് കർക്കിടക രാശി ചന്ദ്രന്റെ രാശി, അതിന്റെ നക്ഷത്രാധിപൻ വ്യാഴം, അതിന്റെ ഉപാധിപൻ ചൊവ്വ. പിന്നെ ശുക്രൻ നിൽക്കുന്നത് തുലാത്തിലാണ്. 19°56. അത് രാഹുവിന്റെ നക്ഷത്രമായ ചോതിയുടെ 4ാം പാദത്തിലാണ്. 4ാം പാദത്തില് നക്ഷത്രം എന്ന് വെച്ചാൽ ശുക്രൻ 4ാം പാദത്തിൽ രാഹുവിന്റെ നക്ഷത്രമാണ്. അതിന്റെ ഉപാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. പിന്നെ മന്ദൻ ശനി നിൽക്കുന്നത് മീനൻ രാശിയിലാണ്. മീനൻ രാശിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ വ്യാഴവും, മീനൻ രാശിയിൽ അത് നിൽക്കുന്നത് 1°7' അത് ഉത്രട്ടാതി 4ാം പാദത്തിൽ വരും. അതിന്റെ അധിപൻ വ്യാഴമാണ്, അതിന്റെ ഉപാധിപൻ ചൊവ്വയാണ്. അടുത്തത് വരുന്ന രാഹു നിൽക്കുന്നത് കുംഭത്തിലാണ്. കുംഭത്തിൽ 20°22'. 20°22 പൂരിട്ടാതിയുടെ ആദ്യത്തെ പാദത്തിൽ വന്നു. അപ്പം അത് രാശിനാഥൻ എന്ന് വെച്ചാൽ കുംഭത്തിന്റെ രാശിനാഥൻ എന്ന് പറഞ്ഞാൽ ശനിയായി, ഉത്രട്ടാതിയുടെ നക്ഷത്രനാഥൻ വ്യാഴമായി, അതിന്റെ ഉപാധിപനും അവിടെ വ്യാഴമായിട്ടാണ് വരുന്നത്. പിന്നുള്ളത് കേതു നിൽക്കുന്ന ചിങ്ങത്തിൽ പൂര നക്ഷത്രത്തിലാണ്. 20°22' ആയപ്പോ അത് 3ാം പാദമായി, പൂരം 3ാം പാദമായി.
അപ്പോൾ അത് ചിങ്ങത്തിന്റെ അധിപൻ സൂര്യനാണ്. പൂരത്തിന്റെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അതിന്റെ നക്ഷത്രലോടെന്ന് പറയുന്നത് വ്യാഴമാണ്. പിന്നുള്ളത് ഇത് ഞാൻ പിന്നെ പറഞ്ഞു തരാം അതെന്താണെന്നുള്ളത്. അപ്പൊ ഇനി ഇവിടെ സൂര്യൻ നിൽക്കുന്നത്, അപ്പൊ സൂര്യൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ്. അപ്പൊ വൃശ്ചികം എന്ന് പറയുന്നത് 1 ഡിഗ്രി 56 വൃശ്ചികത്തിൽ സൂര്യൻ നിൽക്കുന്നു. അതേസമയത്ത് ഇവിടെ 12ാം ഭാവം എന്ന് പറയുന്നത് 17 ഡിഗ്രി 43 12ാം ഭാവമായി വരികയാണ്. 12ാം ഭാവം അവിടെ വന്നതുകൊണ്ട് വ്യാഴം നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. അപ്പം വ്യാഴത്തിൽ നിൽക്കുന്നത് 11ാം ഭാവത്തിലും വ്യാഴത്തിന്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് 9ാം ഭാവം. അപ്പം 9ാം ഭാവത്തിന്റെയും 11ാം ഭാവത്തിന്റെയും കാരകത്വങ്ങളിലാണ് സൂര്യൻ നമുക്ക് തരുന്നത്. പിന്നുള്ളത് ചന്ദ്രൻ നിൽക്കുന്നത് തുലാത്തിലാണ്. തുലാത്തില് ചന്ദ്രൻ 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, കർക്കിടകം. ഇവിടെ അതുപോലെ 11 ഡിഗ്രിയിലാണ് 11ാം ഭാവം തുടങ്ങുന്നത്. 20 ഡിഗ്രിയിലാണ് 11ാം ഭാവം തുടങ്ങുന്നത്. ചന്ദ്രൻ നിൽക്കുന്നത് 8 ഡിഗ്രിയിലാണ്. അപ്പൊ ചന്ദ്രൻ ഇവിടെ വരുന്നത്, ഞാനിത് പ്രത്യേകം 2ാമത് ചാർട്ട് വെച്ചത് നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ്. ആ ഭാവം മറ്റത് തരാതെ വേറൊരെണ്ണം തന്ന് അതിനാണ്. ചന്ദ്രൻ നിൽക്കുന്നത് 8 ഡിഗ്രിയിലാണ്. 8 ഡിഗ്രി എന്ന് പറഞ്ഞാൽ രാഹുവിന്റെ 1ാം പാദമാണ്. അപ്പൊ രാഹുവിന്റെ 1ാം പാദമാണ് നിൽക്കുന്നത്. അപ്പൊ ചന്ദ്രൻ നിൽക്കുന്നത് 10ാം ഭാവത്തിലും അതിന്റെ ഉടമസ്ഥത 8ാം ഭാവത്തിലുമാണ്. 8ാം ഭാവവുമാണ്. അപ്പോൾ 10ന്റെയും 8ന്റെയും ഭാവങ്ങളുടെ ഫലങ്ങളാണ് ചന്ദ്രൻ നമുക്ക് തരുന്നത്. പിന്നെ തരുന്നത് ചൊവ്വയാണ്. ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ നിൽക്കുന്നത് 15 ഡിഗ്രി 43 ചൊവ്വ നിൽക്കുന്നത്. അതേസമയത്ത് നമ്മളെ 12ാം ഭാവം തുടങ്ങിയിരിക്കുന്നത് 17 ഡിഗ്രി 43 അപ്പോ 2 ഡിഗ്രിയുടെ വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് ചൊവ്വ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്, 11ാം ഭാവത്തിലല്ല. അപ്പോ 12ാം ഭാവത്തിലെ ഫലം തരുന്നു. ചൊവ്വയുടെ ആധിപത്യമുള്ളത് ഇത് 12ാം ഭാവവും 5ാം ഭാവവും. മേട 5ാം ഭാവവുമാണ്, 12ാം ഭാവം വൃശ്ചികമാണ്. അപ്പം 12ഉം 5ഉം ആണ് ചൊവ്വ തരുന്ന ഫലങ്ങൾ. 12ാം ഭാവത്തിന്റെ 5ാം ഭാവത്തിന്റെയും ഫലങ്ങളാണ് ചൊവ്വ തരുന്നത്. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിദേശവാസമാവാം, 5 എന്ന് പറഞ്ഞാൽ ബുദ്ധിയാവാം, 5 എന്ന് പറഞ്ഞാല് സന്താനങ്ങളാവാം. അങ്ങനെ ഇത് വരും. അടുത്തത് ബുധൻ നിൽക്കുന്നത് വീണ്ടും 7 ഡിഗ്രി 8 അപ്പൊ ബുധൻ നിൽക്കുന്നത് അത് 11ാം ഭാവത്തിലാണ്. അതിന്റെ ആധിപത്യം വരുന്നത് 7ാം ഭാവവും 11ാം ഭാവവുമാണ്. അപ്പം ബുധൻ തരുന്നത് 7, 10, 11 ഭാവങ്ങളുടെ ഫലങ്ങളാണ് ഇത് തരുന്നത്. വ്യാഴം നിൽക്കുന്നത് കർക്കിടകത്തിലാണ്. കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ അത് 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, 8ാം ഭാവത്തിലല്ല. അപ്പോ അതിന്റെ ആധിപത്യം എന്ന് പറയുന്നത് 1ാം ഭാവവും ധനുവും 4ാം ഭാവം മീനവുമാണ്. അപ്പം 1, 4, 7 ഫലങ്ങളാണ്, 7ന്റെയും ഫലങ്ങളാണ് വ്യാഴം നമുക്ക് തരുന്നത്. ശുക്രൻ നിൽക്കുന്നത് 19:56 തുലാത്തിലാണ്. അവിടെ 11ാം ഭാവം തുടങ്ങുന്നത് 20 ഡിഗ്രി. അപ്പൊ അത് വ്യാഴം നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്, 10ാം ഭാവത്തിലല്ല. അതിന്റെ ആധിപത്യം 11ന്റെ ആധിപത്യമുണ്ട്, 6ന്റെ ആധിപത്യമുണ്ട്. അപ്പൊ 11ഉം 6ന്റെയും ഫലങ്ങളാണ് നമുക്ക് ശുക്രൻ തരുന്നത്. ഇനി ശനി നിൽക്കുന്നത് മീനത്തിലാണ്. മീനത്തിൽ 1 ഡിഗ്രിയാണ്. അതേസമയം അവിടെ 4ാം ഭാവം തുടങ്ങുന്നത് 19 ഡിഗ്രിയിലാണ്. അപ്പോ ശനി നിൽക്കുന്നത് 3ാം ഭാവത്തിലാണ്. ശനിയുടെ ആധിപത്യം വരുന്നത് മകരവും കുംഭവും, 2ാം ഭാവവും 3ാം ഭാവവും. 2, 3, 4 ഭാവം, 2ഉം 3ഉം ഭാവങ്ങളാണ് ശനിയുടെ ഫലങ്ങൾ തരുന്നത്. രാഹു നിൽക്കുന്നത് 20 ഡിഗ്രി കുംഭത്തിലാണ്. അപ്പൊ രാഹു നിൽക്കുന്നത്, കുംഭത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ കുംഭത്തിന്റെ അധിപൻ ശനിയാണ്. അപ്പം രാഹു ശനിയുടെ നക്ഷത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശനിയുടെ ഭാവത്തിൽ നിൽക്കുന്നു, അത് വേറെ ആരും ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ട് രാഹു തരുന്ന ഫലങ്ങള് രാഹുവിന്റെ രാശിയുടെ അധിപൻ തരുന്ന ഫലങ്ങളിലൂടെ ആയിരിക്കും രാഹു തരുന്നത്.
രാഹു തരുന്ന ഫലങ്ങള് ശനി നിൽക്കുന്ന ഭാവങ്ങളായ 2ഉം 3ഉം രാഹു നിൽക്കുന്നത്. അപ്പൊ 2ഉം 3ഉം ഭാവങ്ങളുടെ ഫലങ്ങൾ ആണ് രാഹു തരുന്നത്. കേതു നിൽക്കുന്നത് ചിങ്ങത്തിലാണ്. ചിങ്ങത്തിൽ 20 ഡിഗ്രി, അത് നക്ഷത്രം സൂര്യനാണ്. പക്ഷെ കേതു നിൽക്കുന്നത് 9 തന്നെയാണ്. അപ്പൊ കേതു 9ന്റെ ഫലം തരും. പിന്നെ കേതുവിന്റെ കൂടെ ആരും ഇല്ലാത്തത് കൊണ്ട് കേതു നിൽക്കുന്ന ഭാവത്തിന്റെ രാശിയുടെ ഫലം തരും. രാശി എന്ന് പറയുന്നത് ചിങ്ങമാണ്. ഇപ്പൊ ചിങ്ങത്തില് രവിയാണ് നിൽക്കുന്നത്. അപ്പൊ രവിയുടെ ഫലം കൂടെ തരും. അപ്പൊ ആ രവി നിൽക്കുന്നത് 11ലും 9ലാണ്. അപ്പൊ രവി നിൽക്കുന്ന 9ന്റെയും 11ന്റെയും ഫലങ്ങൾ കേതു തരും. ഇതാണ് രാശിയുടെ ഇത് വരുന്നത്. ഇനി നമ്മുടെ ഗ്രഹങ്ങളുടെ ആ ഒരു ഇതും കൂടെ പറയാം. ഒന്നാം ഭാവം ഇവിടെ വന്നിരിക്കുന്നത് ധനുവാണ്. ഈ ധനുവില് 14 ഡിഗ്രി 4 മിനിറ്റ് 50 മിനിറ്റ് 4 ഡിഗ്രി 50 സെക്കൻഡിലാണ് ഇത് പൂരിട്ടാതിയല്ല, പൂരാടമാണ്. പൂരാടത്തിന്റെ ഒന്നാം ഭാഗത്തിലാണ് 14 ഡിഗ്രി 4 മിനിറ്റ് 50 സെക്കൻഡ് എന്ന് പൂരാട നക്ഷത്രത്തിൽ വരുന്നു. അപ്പൊ അതിന്റെ നക്ഷത്ര ലോഡ് ശുക്രനും അതിന്റെ രാശി ലോഡ് വ്യാഴവും. പക്ഷെ അത് നിൽക്കുന്ന ആ ഡിഗ്രിയുടെ സബ് ലോഡ് എന്ന് പറയുന്നത് ശുക്രനുമാണ്. അപ്പം ഒന്നാം പാദം റെപ്രസെന്റ് ചെയ്യുന്നത് വ്യാഴവും ശുക്രനും കൂടെ ചേർന്നാണ്. സബ് ലോഡും ശുക്രനാണ്. അപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന എന്താ ചെയ്യും, ഇതിന്റെ ഉപാധിപനെ എടുക്കും. ഞാൻ അത് ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ ഇത്രയും പറഞ്ഞതുകൊണ്ട് ശുക്രൻ നമ്മൾ ഒന്നാം ഭാവത്തിന്റെ ഫലം കാണണമെങ്കിൽ നമ്മൾ ശുക്രൻ എടുക്കും. ശുക്രൻ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് നമുക്കറിയാലോ. ശുക്രൻ നിൽക്കുന്നത് രാഹു നക്ഷത്രത്തിലാണ്. അപ്പൊ രാഹു എവിടെ നിൽക്കുന്നു? രാഹു നിൽക്കുന്നത് 3ആം ഭാവത്തിലാണ്. അപ്പൊ രാഹു നിൽക്കുന്നത് 3ആം ഭാവത്തില് ശനിയുടെ നക്ഷത്രം. രാഹു ശനിയുടെയും 2ന്റെയും 3ന്റെയും ഭാവങ്ങളുടെ ഫലമാണ് നമുക്ക് ഒന്നാം ഭാവം കൊണ്ട് കിട്ടുന്നത്. ഒന്നാം ഭാവത്തിൽ നമ്മൾ സാധാരണ നോക്കുക. ഒന്നാം ഭാവത്തിൽ ജൂപ്പിറ്റർ നിൽക്കുന്നു, വ്യാഴം നിൽക്കുന്നു. വ്യാഴം എവിടെ നിൽക്കുന്നു? വ്യാഴം നിൽക്കുന്നത് കർക്കിടകമാണ്. കർക്കിടകം എന്ന് പറഞ്ഞാൽ 8ആം ഭാവമാണ്. അപ്പൊ കർക്കിടക 8ആം ഭാവത്തിന്റെ ഫലമാണ് തരുന്നതാണ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ KP വരുമ്പോൾ രാഹു നിൽക്കുന്നത് വ്യാഴത്തിന്റെ നക്ഷത്രത്തിലാണ്. രാഹു നിൽക്കുന്ന 3ആം ഭാവമാണ്. അപ്പം 3ആം ഭാവത്തിന്റെ ഫലം തരും. രാഹു നിൽക്കുന്ന നക്ഷത്രം വ്യാഴമാണ്. വ്യാഴം നിൽക്കുന്നത് 7ആം ഭാവത്തിലാണ്. 7ആം ഭാവത്തിന്റെ ഫലം കൂടെ ആണ് വ്യാഴം തരുന്നത്. പിന്നെ 1ന്റെയും 4ന്റെയും ഭാവം, അതിന്റെ ആധിപത്യം. ഈ 4 ഭാവങ്ങളുടെ ആധിപത്യം 1, 2, 3, 4, 8, 7 ഭാവങ്ങളുടെ ആധിപത്യത്തിലുള്ള ഫലങ്ങളാണ് നമുക്ക് ഒന്നാം ഭാവത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ഒന്നാം ഭാവത്തിൽ ഏതാണ് വ്യാഴം? ഞാൻ പറഞ്ഞ വ്യാഴം 7ആണ്, 8അല്ല. കാര്യം എന്ന് വെച്ചാല് 14 ഡിഗ്രിയാണ് 8ആം ഭാവം തുടങ്ങുന്നത്. നമ്മൾ ഭാവചലിത ചാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? 7ആം ഭാവം എന്നല്ലേ പറയുള്ളൂ. നമ്മുടെ വേദിക് ജ്യോതിഷം അനുസരിച്ച് ഭാവചലിത ചാർട്ടിൽ വ്യാഴം ഇപ്പൊ ഏത് ഭാവത്തിൽ നിൽക്കും? നമ്മൾ ഭാവചലിത ചാർട്ട് വരയ്ക്കുമ്പോൾ വ്യാഴം നമ്മൾ മേളിൽ എഴുതും, ഇല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത് നമ്മള്? ഹലോ സംശയം ചോദിച്ച ആൾക്ക് ഞാൻ ചോദിക്കായിരുന്നു. അങ്ങനെയല്ലേ? അപ്പം ഭാവചരിത ചാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടാ വരുന്നത്. 7ആം ഭാവത്തിന്റെ ഫലമാണ് തരുന്നത്, അല്ലേ? നമ്മൾ അവിടെ വരയ്ക്കുള്ളൂ. ഇവിടെ നമ്മൾ ഡിഗ്രി ആ ഭാവത്തിന്റെ ഇത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ അപ്പുറത്താക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. 14 ഡിഗ്രിയിലാണ് 8ആം ഭാവം തുടങ്ങുന്നത്. പക്ഷെ വ്യാഴം നിൽക്കുന്നത് 0 ഡിഗ്രിയിലാണ്. അപ്പൊ നമുക്ക് 3 ഡിഗ്രി 20 മിനിറ്റിൽ കൂടുതലാണ് വ്യാഴം നിൽക്കുന്നത്, പിറകെയാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് അത് 7ആം ഭാവം തരും. അപ്പൊ വ്യാഴം തരുന്ന 7ന്റെ ഫലവും തരും,
1ന്റെ ഫലവും തരും, 4ന്റെ ഫലവും തരും. അതിന്റെ ആധിപത്യമുള്ള 2 രാശിയുടെയും അത് നിൽക്കുന്ന രാശിയുടെയും ഫലം തരും. പിന്നെ വേണമെങ്കിൽ അത് വീണ്ടും അവിടെ പോകുമ്പോൾ വ്യാഴം നിൽക്കുന്ന ഏത് നക്ഷത്രത്തിലാണ്? വ്യാഴത്തിന്റെ തന്നെ നക്ഷത്രത്തിലാണ്. അപ്പൊ വ്യാഴത്തിന്റെ തന്നെ നക്ഷത്രമാകുമ്പോൾ വ്യാഴം കുറച്ചുകൂടെ ബലവാനാണ്. വ്യാഴം നിൽക്കുന്നത് അതിന്റെ ഉച്ചസ്ഥാനത്തിലാണ്. അപ്പൊ വ്യാഴം നല്ല ഫലം തരുന്നത് 7. അപ്പൊ നമുക്ക് പറയാം കല്യാണം അനുസരിച്ച് നമുക്ക് 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വ്യാഴം നല്ല ഫലം തരും എന്ന് നമുക്ക് പറയാം. വരുന്നുണ്ട് 4 എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ 4ാം ഭാവം. ചിലപ്പോൾ കല്യാണത്തിന്റെ പിന്നെ പങ്കാളി വരുന്നത് 4ാം ഭാവം ആവും. 1ാം ഭാവം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരായിരിക്കാം. 4ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതായിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചെടുക്കാം. ആ ഭാവങ്ങളുടെ ഇതനുസരിച്ച് നമുക്ക് അങ്ങനെ ചിന്തിച്ചു. അത് നമുക്ക് പതുക്കെ വരാം. 2ാം ഭാവം മകരമാണ്. മകരം 14°15'. അപ്പൊ അത് തിരുവോണ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. തിരുവോണ നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രൻ എവിടെ വരുന്നു? ചന്ദ്രൻ വരുന്നു. അതിന്റെ ഉപാധിപൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വ്യാഴമാണ് അവിടെ വരുന്നത്. അപ്പം 2ാം ഭാവത്തിന്റെ ഫലം നോക്കുമ്പോൾ നമ്മൾ ഇത് രണ്ടും നോക്കത്തില്ല. നമ്മൾ നോക്കുന്നത് വ്യാഴം നോക്കും. പിന്നെ വ്യാഴം എവിടെ നിൽക്കുന്നു? വ്യാഴം നിൽക്കുന്നത് വീണ്ടും 7ലാണ്. 7 നിൽക്കുന്നു. അപ്പം വ്യാഴം നിൽക്കുന്ന 7ലാണ്. വ്യാഴത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ നക്ഷത്രത്തിന്റെ അധിപനും വ്യാഴമാണ്. അപ്പൊ വ്യാഴം തരുന്ന ഫലം 7ന്റെ ഫലം തരും, 1ന്റെ ഫലം തരും, 4ന്റെ ഫലം. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ ധനമാണ്. ധനമുണ്ട്, കുടുംബമാണ്. അപ്പം ധനത്തിന്റെയും വ്യാഴം ധനത്തിന്റെ കാരകനാണ്. അപ്പൊ വ്യാഴം ധനം തരും. 7 നിൽക്കുവാൻ നമുക്ക് പങ്കാളിയുടെ സൈഡിൽ നിന്നുള്ള പങ്കാളി എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെ ബിസിനസ് പാർട്ണർ ആവാം, അല്ലെങ്കിൽ നമ്മളെ പങ്കാളിയാവാം, നമ്മുടെ ജീവിത പങ്കാളിയാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബിസിനസിന്റെ പങ്കാളിയാവാം. അപ്പൊ ആ വ്യാഴം നമുക്ക് ധനം തരുന്നത് എവിടെ നിന്നായിരിക്കും ധനം തരുന്നത്? പങ്കാളിയുടെ നിന്നായിരിക്കും ധനം തരുന്നത്. 4ാം ഭാവത്തിൽ, 4ാം ഭാവം എന്ന് വെച്ചാൽ അമ്മയുടെ സൈഡിൽ നിന്ന് വരാം, നമ്മളെ എന്താണ് കുടുംബത്തിൽ നിന്ന് വരാം. 1ാം ഭാവം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാവാം. അപ്പൊ ഇത് മൂന്നും നമുക്ക് അങ്ങനെ പറയാം. അടുത്ത 3ാം ഭാവം. 3ാം ഭാവം എന്ന് വെച്ചാൽ കുംഭമാണ്. കുംഭത്തിന്റെ നക്ഷത്രാധിപൻ. കുംഭം നിൽക്കുന്നത്, കുംഭത്തിൽ 3ാം ഭാവം നിൽക്കുന്നത് 16°46'ആണ്. 16:46 ആകുമ്പോൾ അത് നിൽക്കുന്നത് കുംഭത്തിലാണ്. അത് നിൽക്കുന്ന അതിന്റെ രാഹുലാണ്, ചതയത്തിലാണ് അത് നിൽക്കുന്നത്. അപ്പൊ രാഹു അതിന്റെ രാശിലോട് ശനിയും, സ്റ്റാർ ലോഡ് രാഹുവും, സബ് ലോഡ് വീനസുമായി. അപ്പൊ വീനസ് ആണ് വീണ്ടും നമ്മൾ വീനസ് എടുക്കുകയാണ്. അപ്പൊ 1ാം ഭാവം നോക്കിയാണ് നമ്മൾ വീനസിൽ നിൽക്കുകയാണ്. അപ്പൊ വീനസ് എവിടെ നിൽക്കുന്നു? വീനസ് നിൽക്കുന്നത് രാഹുവിലാണ്. അപ്പൊ രാഹു എവിടെ നിൽക്കുന്നു? രാഹു 3ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പൊ രാഹു 3ന്റെ ഗുണം തരും. കൂടുതൽ പോകണ്ട, തൽക്കാലം 3ന്റെ ഫലം വരും എന്ന് പറയുക. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ അതിന്റെ രാശിലോടിന്റെ രാഹു ആകുമ്പോൾ രാശിലോടിന്റെ ഫലം തരും. അത് നക്ഷത്ര ബലമാണെങ്കിൽ നക്ഷത്രത്തിന്റെ ഫലം തരും. അപ്പൊ ആ ഭാവങ്ങളെല്ലാം രാഹുവിനും കേതുവിനും അങ്ങനെ ഒരു ഗുണമുണ്ട്. രാഹു ആ നിൽക്കുന്ന രാശി കൂടെ നിൽക്കുന്ന ആളുടെ ഫലം തരും, ആ രാശിയുടെ അധിപന്റെ ഫലം തരും, ആ നക്ഷത്രത്തിന്റെ ഫലം തരും. അപ്പൊ ആ കൂടെ നിൽക്കുന്ന ഗ്രഹവും രാശിയുടെ അധിപനും അതിന്റെ നക്ഷത്രാധിപനും ഏതൊക്കെ ഭാവങ്ങൾ നിൽക്കുന്നു ആ ഭാവങ്ങളുടെ എല്ലാം ഫലം രാഹു തരും. അപ്പം ഉദാഹരണത്തിന് ഞാൻ നോക്കിയാണെങ്കിൽ രാഹു 2ഉം 3ഉം ശനിയാണ്. 2ഉം 3ലും ശനിയുണ്ട്. രാഹു അവിടെ നിൽക്കും. രാഹുവിന്റെ നക്ഷത്രം വ്യാഴമാണ്. വ്യാഴം 1, 4, 7. അപ്പൊ 1, 2, 3, 4, 7 ഭാവങ്ങളുടെ ഫലങ്ങള് നമുക്ക് 3ാം ഭാവത്തിൽ നിന്ന് കിട്ടും. അടുത്തത് 4ാം ഭാവം. 4ാം ഭാവം എന്ന് പറയുന്നത് മീനമാണ്. മീനത്തിൽ 19°45' രേവതി നക്ഷത്രത്തിലായിരിക്കും. അപ്പം ബുധനാണ് അതിന്റെ നക്ഷത്രലോട്. മീനമായതുകൊണ്ട് വ്യാഴം അതിന്റെ രാശിലോടായി. അതും ശുക്രന്റെ സബ് ലോഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ശുക്രൻ നേരത്തെ തന്ന കണക്ക് തന്നെ ശുക്രൻ നിൽക്കുന്നത് രാഹുവിലാണ്. രാഹുവിന്റെ ഫലങ്ങൾ വീണ്ടും അത് അവിടെ തരും. അപ്പൊ രാഹു 1, 2, 3, 4 രാശികളുടെ ഫലങ്ങൾ നമുക്ക് രാഹു തരുന്നില്ല. അടുത്തത് 5ാം ഭാവം. 5ാം ഭാവത്തിന്റെ 5ാം ഭാവം നിൽക്കുന്നത് മേടത്തിലാണ്. ഭരണി നക്ഷത്രത്തിൽ ശുക്രന്റെ നക്ഷത്രത്തിലാണ് 5ാം ഭാവത്തിന്റെ തുടക്കം. അതിന്റെ രാശിലോട് വീണ്ടും അത് കുജനായി, ഭരണിയുടെ അധിപൻ ശുക്രനായി,
വ്യാഴം വീണ്ടും അതിന്റെ അധിപനായിട്ട് വന്നു. അപ്പൊ വ്യാഴം നിൽക്കുന്നത് എവിടെയാണ്? വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ. അത് വീണ്ടും 7, 1, 4 ഫലങ്ങൾ വീണ്ടും 5-ാം ഭാവത്തിൽ നിന്ന് നമുക്ക് കിട്ടും. 5-ാം ഭാവത്തിൽ നിന്ന് 7-ന്റെ ഫലം കിട്ടുമ്പോൾ നമുക്ക് കല്യാണം, പ്രണയമാവാം, കല്യാണത്തിന് ശേഷമുള്ള പ്രണയമാവാം. 4 എന്ന് പറയുമ്പം ഫാമിലി ആയിട്ട് അടുത്തുള്ള ബന്ധമാവാം. 1 എന്നറിയുമ്പോൾ നമുക്ക് അറിയാവുന്ന ആൾക്കാരാവാം. അങ്ങനെയും നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ബിസിനസ് നോക്കുകയാണെങ്കിൽ സ്വയം നമ്മൾ ഒരാൾ 7-ാം ഭാവാധിപനും 1 ബന്ധം വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബിസിനസ് പങ്കാളി എന്ന് പറയുന്നത് ചിലപ്പോൾ ഭാര്യ തന്നെ ബിസിനസ് പങ്കാളിയാവാം, അല്ലെങ്കിൽ ബിസിനസ് പങ്കാളി നമ്മളുമായിട്ടുള്ള ഒരു പങ്കാളിത്തമായിരിക്കാം നമ്മൾ നടത്തുന്നത്. 4 എന്ന് പറയുമ്പം സ്വത്തിന്റെ റിയൽ എസ്റ്റേറ്റ് സ്വത്ത്, അല്ലെങ്കിൽ പിന്നെ കുടുംബപരമായുള്ള എന്തെങ്കിലും ജോലികൾ, അങ്ങനെ, അല്ലെങ്കിൽ 4-ാം ഭാവങ്ങളിലെ മറ്റുള്ള കാര്യങ്ങൾ എടുക്കുക. അപ്പൊ അത് ഏതെങ്കിലും ഇതായിരിക്കും നമുക്ക് 4-ാം ഭാവം കൊണ്ട് കിട്ടുന്നത്. അപ്പൊ ഒരാള് ഒരു കാര്യം ചോദിക്കുന്നു, അപ്പൊ ഒരാള് 5-ാം ഭാവം വെച്ച് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഒരാൾ ഒരു കാര്യം ചോദിക്കും, 4-ാം ഭാവം എന്റെ 4-ാം ഭാവം വിദ്യാഭ്യാസം 4-ാം ഭാവം വെച്ചാണ് പറയുന്നത്. 4-ാം ഭാവത്തിന് വിദ്യാഭ്യാസം നോക്കുമ്പോൾ 4-ാം ഭാവം 7-ന്റെ ഭാവം തരും. അപ്പൊ 7 വരുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും അങ്ങനെയുള്ള 7-ാം ഭാവമായിട്ടുള്ള പങ്കാളിത്തമുള്ള ഏതെങ്കിലും ഒന്ന് വെച്ചാൽ നമ്മളെ സ്വയം ആയിട്ടുള്ള ഇതിലുള്ള വരാം. അപ്പൊ അങ്ങനെ ഫലങ്ങൾ പറഞ്ഞ് നമുക്ക് പോവാം. ഇനിയുള്ളത് 6-ാം ഭാവം. 6-ാം ഭാവം വരുന്നത് ഇടവത്തിലാണ്, 17 ഡിഗ്രി. അത് ചന്ദ്രന്റെ നക്ഷത്രമാണ്. അപ്പം 7-ാം ഭാവത്തിന്റെ നക്ഷത്ര 6-ാം ഭാവത്തിന്റെ രാശിലോട് എന്ന് പറയുന്നത് ശുക്രനായി, എന്റെ നക്ഷത്രലോട് ചന്ദ്രനായി, ശനി എന്ന് പറയുന്നത് അതിന്റെ ഉപാധിപനാണ്. ആ ഡിഗ്രിക്ക് വരുന്ന ഉപാധിപൻ ശനിയാണ്. ശനി വരുന്നത്, ശനി എവിടെ നിൽക്കുന്നു? ശനി നിൽക്കുന്നത് പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി എന്ന് പറയുന്നത് വീണ്ടും അത് വ്യാഴത്തിന്റെ നക്ഷത്രമാണ്. വ്യാഴം എവിടെ നിൽക്കുന്നു? വ്യാഴം വീണ്ടും 7-ലും 1-ഉം 4-ഉം വ്യാഴം നിൽക്കും. വ്യാഴം വീണ്ടും നമുക്ക് 6-ാം ഭാവത്തിൽ 1-ന്റെയും 4-ന്റെയും 7-ന്റെയും ഭാവങ്ങളിലെ ഗുണങ്ങൾ തരുന്നു. പിന്നുള്ളത് 7-ാം ഭാവം. 7-ാം ഭാവത്തിന്റെ തിരുവാതിരയിലാണ് നിൽക്കുന്നത്. മിഥുനത്തിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് 7-ാം ഭാവത്തിന്റെ. അത് നമ്മളത് പറഞ്ഞു വരുമ്പോൾ 7-ാം ഭാവത്തിന്റെ നമ്മൾ 7-ാം ഭാവം നോക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇത് സബ്ലോട്ട്. അപ്പൊ ഇത് 7-ന്റെ ഭാവസ്ഫുടത്തിനെ നമ്മൾ KP ജ്യോതിഷത്തിൽ പറയുന്നത് ഭാവസ്ഫുടം എന്നല്ല, കസ്പ് എന്നാ പറയുന്നത്. കസ്പ്. അപ്പൊ കസ്പിന്റെ സബ്ലോട്ട്, കസ്പൽ സബ്ലോട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഒരാള് എന്റെ കല്യാണം എന്തായി എന്ന് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 7-ാം ഭാവം നോക്കും. അപ്പൊ 7-ാം ഭാവത്തിന്റെ നമ്മൾ ആദ്യം നോക്കുന്നത് 7-ാം ഭാവത്തിന്റെ രാശിലോടിനെ നക്ഷത്രലോടും അല്ല നോക്കുന്നത്, 7-ാം ഭാവത്തിന്റെ സബ്ലോഡ്. എന്ന് വെച്ചാൽ KP ജ്യോതിഷം നമ്മളെ പഠിപ്പിക്കുന്നത് സബ്ലോഡ് തിയറിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അത് ആ നക്ഷത്രത്തിൽ വീണ്ടും നമ്മൾ അതിനെ ഭാഗിച്ച് വീണ്ടും അതിന്റെ സ്ഫുടത കണ്ടുപിടിക്കുകയാണ്. ഏറ്റവും അടുത്ത വരുന്ന സ്ഫുടത. അപ്പൊ നമ്മള് നക്ഷത്രമായ രാഹു തരുന്നതിൽ കൂടുതൽ ഫലം അതിന്റെ ഉപാധിപനായ ബുധൻ തരും. അപ്പൊ ബുധൻ അവിടെ അതിന്റെ രാശി ലോഡും കൂടെ ആകുമ്പോഴത്തേക്ക് ആ തരുന്ന ഫലം കൂടുതലാവും. രാശി ആ 3-ാം ഭാവം. അപ്പം 7-ാം ഭാവം തരുന്നത്, 7-ാം ഭാവം ബന്ധപ്പെടുന്നത് 7-ാം ഭാവധിപൻ ബുധനാണ്. അപ്പൊ ബുധൻ നിൽക്കുന്നത് എവിടെയാണ്? ബുധൻ നിൽക്കുന്നത് നമുക്ക് വീണ്ടും നോക്കാം. ബുധൻ നിൽക്കുന്ന 7 ഡിഗ്രിയില് 11-ാം ഡിഗ്രിയിൽ 7 ഡിഗ്രിയിലാണ് ബുധൻ നിൽക്കുന്നത്. 7 ഡിഗ്രി എന്ന് വെച്ചാൽ അത് ശനിയാണ്. അപ്പൊ ശനി നിൽക്കുന്നത് 2, 3, 2-ന്റെയും 3-ന്റെയും ഫലങ്ങളാണ് ഇത് തരുന്നത്. പിന്നുള്ളത് 8-ാം ഭാവം. 8-ാം ഭാവം എന്ന് പറഞ്ഞാല് കർക്കിടകം. കർക്കിടകത്തില് പൂയത്തിലാണ് 8-ാം ഭാവം നിൽക്കുന്നത്. ആ 8-ാം ഭാവം നിൽക്കുമ്പോൾ നമ്മള് അതിന്റെ അധിപൻ എന്ന് പറഞ്ഞാല് രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. പൂയത്തിന്റെ അധിപൻ ശനിയാണ്. അതിന്റെ കസ്പൽ സബ്ലോഡ്, ഞാൻ ഇന്നത് കസ്പൽ സബ്ലോഡ് എന്നായിരിക്കും പറയുന്നത്. കസ്പൽ സബ്ലോഡ് എന്ന് പറയുന്നത് രാഹുവാണ്. രാഹു നിൽക്കുന്നത് വീണ്ടും നമ്മൾ രാഹുവിൽ പോവുകയാണ്. രാഹു വീണ്ടും എവിടെ നിൽക്കുന്നു? ജൂപ്പിറ്ററിൽ നിൽക്കുന്നു. ജൂപ്പിറ്റർ തരുന്ന ഫലങ്ങൾ ഏതാണ്? 7-ന്റെയും 1-ന്റെയും 4-ന്റെയും ഫലങ്ങളാണ് നമുക്ക് 8-ാം ഭാവത്തിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ 9-ാം ഭാവം. 9-ാം ഭാവം ചിങ്ങമാണ്. ചിങ്ങത്തില്
ചിങ്ങത്തിന്റെ അധിപൻ സൂര്യനാണ്. അത് നിൽക്കുന്ന പൂരാടത്തിലാണ്. അതിന്റെ അധിപൻ ശുക്രനാണ്. അതിന്റെ കസ്പൽ സബ്ലോഡ് എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അപ്പൊ 9ാം ഭാവത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യം, ഒരു ഭാവത്തിന്റെ ചോദ്യം വരുന്നത് നമ്മൾ 9ാം ഭാവം എടുക്കുന്നു. കസ്പൽ സബ്ലോഡ് എവിടെ? മൂൺ എവിടെ നിൽക്കുന്നു? മൂൺ നിൽക്കുന്നത് രാഹുവിലാണ്. അപ്പൊ രാഹു എവിടെ നിൽക്കുന്നു? രാഹു നിൽക്കുന്ന 3. രാഹു നിൽക്കുന്ന 3 രാഹുവിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ 2ന്റെയും 1ന്റെയും അധിപനാണ്. രാഹുവിന്റെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. വ്യാഴം നിൽക്കുന്ന 7 1ന്റെയും 4ന്റെയും അധിപനുമാണ്. അപ്പം ഈ ഫലങ്ങളാണ് നമുക്ക് 9ാം ഭാവം കൊണ്ട് കിട്ടുന്നത്. അടുത്ത 10ാം ഭാവം, കർമ്മഭാവം. കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ നമുക്ക് അതിന്റെ 10ാം ഭാവം എന്ന് പറയുന്നത് കന്നിയാണ്. കന്നിയുടെ അധിപൻ ബുധനാണ്. അസ്ഫുടം നിൽക്കുന്നത് 19:45 അത്തം നക്ഷത്രത്തിലാണ്. അപ്പൊ അതിന്റെ അധിപൻ ചന്ദ്രനാണ്. അതിന്റെ കസ്പൽ സബ്ലോഡ് കേതുവാണ്. അപ്പൊ നമ്മള് 10ാം ഭാവം, എന്റെ ജോലി എങ്ങനെയുണ്ട് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 10ാം ഭാവം എടുത്തു. അതിന്റെ കസ്പൽ സബ്ലോഡ് കേതുവാണ്. അപ്പൊ കേതു നോക്കും. കേതു എവിടെ നിൽക്കുന്നു? നമുക്ക് കേതു നിൽക്കുന്നത് 20°22' ശുക്രനാണ് നിൽക്കുന്നത്. അപ്പൊ ശുക്രൻ എവിടെ നിൽക്കുന്നു? ശുക്രൻ നിൽക്കുന്നത് രാഹു നക്ഷത്രത്തിലാണ്. അല്ല, ശുക്രൻ നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്, 6ാം ഭാവത്തിലാണ്. അപ്പൊ 6ഉം 11 നമുക്ക് നമ്മുടെ ജോലിയുടെ കാര്യം നോക്കിയപ്പോൾ 6ഉം 11 നമുക്ക് വന്നു. അപ്പൊ 6ഉം 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 എന്ന് പറഞ്ഞാൽ നമുക്ക് സർവീസ്, നമ്മുടെ ജോലി. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഇത്, നമുക്ക് നമ്മുടെ സമ്പാദ്യം വരുന്നുണ്ട്. പിന്നെ 11ാം ഭാവം. അപ്പം ആ ഒരു ഇത് കൊണ്ട് നമുക്ക് ജോലിയുടെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു ഭാവങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ 11ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണമുണ്ട്. അങ്ങനെ ഒരുപാട് വരുന്നു. അതില് 11ാം ഭാവം നിൽക്കുന്നത് തുലാത്തിലാണ്. തുലാത്തിലെവിടെ നിൽക്കുന്നത്? വ്യാഴത്തിന്റെ നക്ഷത്രത്തിലാണ്. അപ്പൊ വ്യാഴം എവിടെയാ നിൽക്കുന്നത്? അപ്പൊ വ്യാഴത്തിന്റെ നക്ഷത്രത്തില് വ്യാഴത്തിന്റെ കസ്പ സബ്ലോഡിലാണ് അത് നിൽക്കുന്നത്. വീണ്ടും അത് വ്യാഴം വന്നു. അപ്പം 11ാം ഭാവമായിട്ടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് സാറിന് എന്റെ രാഷ്ട്രീയം എങ്ങനെയാണെന്ന് വെച്ചാൽ 11ാം ഭാവമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിന്റെ പ്രശസ്തി അതൊക്കെ വരുന്നത് 11ാം ഭാവമാണ്. 11ാം ഭാവം വരുമ്പോഴത്തേക്ക് 7 വന്നു. 7 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ എടുക്കാം. 7 വ്യാഴം എന്ന് പറഞ്ഞാൽ 7 എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ഒരു ബന്ധം നമുക്ക് വരാം. അപ്പൊ സാമൂഹികമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെന്ന് പറയാം. പിന്നെ 1 വരുന്നു. 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഒരു എഫേർട്ട് വേണമെന്ന് പറയാം. 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുമെന്ന് പറയാം. കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടുമെന്ന് പറയാം. അങ്ങനെ നോക്കിയെടുക്കുന്നു. പിന്നുള്ള 12ാം ഭാവം. 12ാം ഭാവം വൃശ്ചികത്തിലാണ്. വൃശ്ചികത്തില് 17:43 അത് കേട്ടയുടെ ആദ്യത്തെ പാദമാണ്. ആദ്യത്തെ പാദമായപ്പോ അതിന്റെ നക്ഷത്രാധിപൻ ബുധനും രാശ്യാധിപൻ കുജനും അവിടെ അതിന്റെ ഉപാധിപൻ വരുന്നത് അതിന്റെ തുടക്കം ആയതുകൊണ്ടാണ് അതിന്റെ ഉപാധിപൻ അത് ബുധൻ തന്നെ വന്നത്. അപ്പൊ ബുധൻ മെർക്കുറിയാണ്. മെർക്കുറി എവിടെ നിൽക്കുന്നു? മെർക്കുറി നിൽക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അത് 11ാം ഭാവത്തിൽ നിൽക്കുന്നു. മെർക്കുറി 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ മെർക്കുറി 11ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിന്റെ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു? ശനിയുടെ നക്ഷത്രം. അപ്പൊ 2, 3 12 കണക്ട് ആയി. അപ്പൊ 2 എന്ന് പറഞ്ഞാല് നമ്മുടെ സമ്പത്ത്, ധനം. 3 എന്ന് പറഞ്ഞാൽ യാത്ര. 4ന്റെ 12, 4 എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബമാണ്, നമ്മുടെ നാടാണ്. അപ്പം 4ന്റെ 12 എന്ന് വെച്ചാൽ 4ന്റെ നേരെ എതിര് വന്നു വെച്ചാൽ നമ്മൾ വെളിയിൽ ദൂരെ ആയിരിക്കും. നമ്മൾ ദൂരെ പോയി 12 എന്ന് പറഞ്ഞ് 12 വരുമ്പോഴത്തേക്ക് നമ്മൾ വിദേശ ജോലിയാവാം, ഹോസ്പിറ്റലാവാം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പറയാം. അപ്പം ഇതില് പറയാനുള്ള ഒരു ഗ്രഹം അതിന്റെ രാശി ദശയിൽ ഫലങ്ങൾ നൽകുമ്പോൾ സ്വയം ഗ്രഹമല്ല, മറിച്ച് അതിന്റെ നക്ഷത്രാധിപനാണ് ഫലങ്ങൾ നൽകുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കിയ കണക്ക് ഇപ്പം 1ാം ഭാവത്തിന്റെ വീനസ്, ആ വീനസ് ഗ്രഹമാണ്. ആ ഗ്രഹത്തിന്റെ ഫലം നമ്മൾ ഗ്രഹമല്ല തരുന്നത്, അതിന്റെ നക്ഷത്രാധിപൻ നമ്മൾ നേരത്തെ നോക്കി രാഹുവാണ് തരുന്നത്. അതുപോലെ പിന്നെ ആ ഫലങ്ങൾ ശുഭകരമാണോ അശുഭകരമാണോ തീരുമാനിക്കുന്നത് ഈ ശുക്രന്റെ ഉപാധിപൻ ആരാണെന്ന് നോക്കണം. അപ്പൊ ശുക്രന്റെ ഉപാധിപൻ നമ്മൾ നേരത്തെ നോക്കി. ശുക്രന്റെ ഉപാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വ തരുന്ന ഫലങ്ങൾ എന്ന് പറഞ്ഞാല്
ഇപ്പൊ ചൊവ്വയാണ് തീരുമാനിക്കുന്നത്. ചൊവ്വ നിൽക്കുന്ന ആ ഭാവത്തിന്റെ അത് അശുഭമാണോ ശുഭമാണോ എന്ന് തീരുമാനിക്കും. അപ്പൊ ചില അശുഭരാശി ഭാവങ്ങളും ഉണ്ട്, ശുഭഭാവങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ KP-യില് ഒരു ഗ്രഹങ്ങളും അശുഭനുമല്ല ശുഭനുമല്ല. അങ്ങനെ നമുക്ക് ഒരു നമ്മൾ മറ്റുള്ള പറയുന്ന കണക്ക് ഇപ്പം നമ്മള് ശനി അശുഭ നക്ഷത്രമാണ്, അശുഭ ഗ്രഹമാണ്. പക്ഷെ ശനി 7ാം ഭാവത്തിൽ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ താമസം ഉണ്ടാവുമെങ്കിലും കല്യാണം ചിലപ്പോൾ താമസം ഉണ്ടാകും. പക്ഷെ അത് തരുന്ന ഫലങ്ങൾ നല്ലതായിരിക്കും. ആ ശനി നിൽക്കുന്ന ഭാവം ഏതാണോ, ചില ഭാവങ്ങൾ എന്ന് വെച്ചാൽ 1, 2, 3, 6, 10, 11 ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലവും ബാക്കിയുള്ള ഭാവങ്ങളിൽ അത് നിന്നാൽ അശുഭ ഫലവും തരുമെന്നാണ് KP പറയുന്നത്. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഈ 7ാം ഭാവത്തിന്റെ ഫലങ്ങൾ നമുക്ക് ചീത്തയാണോ നശിക്കുന്നതിൽ ആ 7ാം ഭാവത്തിന്റെ സബ്ലോഡിന് എവിടെയാണോ നിൽക്കുന്നത് അത് നോക്കിയിട്ട് നമുക്ക് പറയാം. ഇന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ പറഞ്ഞു തന്നതേ സ്പീഡായി തോന്നി, പക്ഷെ പിന്നീടുള്ള ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ അല്ല, ചെയ്യും. ഞാൻ മനസ്സിലാക്കി തന്നെ പോകുന്നത്. ഞാൻ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിലാണ് ഇത്രയും പറഞ്ഞിരിക്കാൻ. ഈ ഒരു സമയം കൊണ്ട് ഇത്രയും ഒന്ന് കൂടുതൽ കവർ ചെയ്ത് കിട്ടുമെന്ന് ചോദിച്ചാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോയത്. അപ്പൊ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കി തന്നെയാ പോണത്. നമ്മൾ എക്സാമ്പിൾ വെച്ച് ചെയ്ത് തന്നെയാ പോകുന്നത്. ധൈര്യമായിട്ട് നോക്കാം. എനിക്ക് ആദ്യത്തെ മനസ്സിലായി. ഇതിപ്പോ 3-ലാ നിക്കണെന്ന് പറഞ്ഞത് മനസ്സിലായി എനിക്ക്. പിന്നെ പറയൂ. പിന്നെ ഇപ്പൊ ഈ ചാർട്ടില് 1 ധനു ഇത് ഇതിന്റെ ഫല തരണെന്ന് പറയുന്നൊക്കെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും അല്ലേ? അതെ. അല്ല, ഇത് ഞാനൊരു തുടക്കം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ക്ലാസ് തീർക്കുകയാണ് ചെയ്യുന്നത്. ക്ലാസ് തുടക്കത്തിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ KP ചെയ്യുന്നത്, ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരു എക്സാമ്പിൾ വഴി തന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഒരു സമയം ഇല്ലാതായിപ്പോ ഞാൻ ഇതിനകത്ത് ഒരു കല്യാണത്തിന്റെ എങ്ങനെ നോക്കണം എന്നുള്ളത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തിയാണ്. ഇല്ല, ഞാൻ ഇത് ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല. ക്ലാസ് ഞാൻ ആദ്യം മുതൽ തന്നെ തുടങ്ങുന്നത് അടുത്ത മാസം 1 തന്നെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇത് നമ്മളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് അടുത്ത ക്ലാസ് ഒന്നുപോലെ തുടങ്ങും. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രം ചെയ്ത ഇതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ വരണം. ഇതെല്ലാം ഞാൻ നോട്ടായിട്ട് തന്നെ തരുകയും ചെയ്യും. ഓക്കെ. കേട്ടില്ല. ഹലോ. പ്ലാസിഡസ് എന്ന് പറഞ്ഞത് നമ്മള് നമ്മളെ വിദേശങ്ങളിൽ മറ്റുള്ള വെസ്റ്റേൺ സൈഡിലുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് പ്ലാസിഡസ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിന്റെ ഗ്രഹനിലകൾ കണ്ടോ, അല്ല ഇതിന്റെ ഭാവത്തിന്റെ നിലകൾ കണ്ടോ എന്ന് വെച്ചാൽ ഈക്വൽ അല്ല. നമ്മളെ പിന്നെ രാശിമാനം വെച്ച് നോക്കിയാൽ കുറച്ചുകൂടെ അടുത്ത് വരും. പക്ഷെ ഇതല്ല, ഇത് കുറച്ചുകൂടെ വ്യത്യാസം വരും പ്ലാസിഡസ് വെച്ച് ചെയ്താൽ. എന്ന് വെച്ചാൽ പ്ലാസിഡസ് വെച്ച് ചെയ്താലുള്ള ഒരു എന്ന് വെച്ചാൽ ചിലപ്പോ നമുക്ക് ഇപ്പം ഇവിടെ 1ാം ഭാവത്തില് ചിലപ്പോ 1ഉം 2ഉം ഭാവം ധനുവിൽ വരും. 1ഉം 2ഉം ഭാവം ധനുവിൽ വരുമ്പം പിന്നെ മകരം എന്ന് പറയുന്നിടത്തൊരു ഭാവം വരത്തില്ല. അതും 2ാം ഭാവത്തിൽ തന്നെ വരും. അത് നമുക്ക് എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ ഇതിന്റെ നമ്മൾ ഒരു ചില നേരം സാറിന്റെ സൗണ്ട് ഒരാൾ വേണം സംസാരിക്കട്ടെ, ബാക്കി സാറേ ഇതിന്റെ അപ്പോഴ അന്തിമ ഫലം ഏതായിരിക്കും സാറേ? ഇതിന്റെ അന്തിമ ഫലം എന്ന് പറഞ്ഞാല് ഈ സബ്ലോഡിന്റെ നക്ഷത്ര ലോഡ് തരുന്നതാണ് ഫലം. അതിനകത്തൊരു മോഡിഫിക്കേഷൻ വരുന്നത് ഈ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ 1ാം ഭാവം നോക്കിയില്ലേ, 1ാം ഭാവം എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. സബ്ലോഡ് ശുക്രനാണ്. അപ്പൊ ശുക്രൻ എവിടെ നിൽക്കുന്നു? ശുക്രൻ നിൽക്കുന്നത് തുലാത്തില് 9ാം ഭാവത്തിലാണ്. അതിന്റെ നക്ഷത്രം ഏതാണ്? രാഹു. അപ്പൊ നക്ഷത്രാധിപനാണ് അതിന്റെ ഫലം തരുന്നത്. നക്ഷത്രാധിപനാണ് ഫലം തരുന്നത്. ഫലം തരുന്ന ഏതാണ്? രാഹു. രാഹു ഏത് ഭാവത്തിന്റെ ഫലം തരുന്നു? 3ന്റെയും 2ന്റെയും ആ ഭാവത്തിന്റെ രാശിയിലോട് നിൽക്കുന്ന സ്ഥലവും. അപ്പൊ 2ഉം 3ഉം ഭാവങ്ങളുടെ ഫലമാണ് തരുന്നത്.
ഇത് ഈ 2-3 ഭാവങ്ങൾ ഫലം തരുമ്പോൾ നമുക്ക് ഉദാഹരണത്തിന് വേറൊരു കാര്യം ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ 7-ാം ഭാവം കല്യാണം വളരെ എളുപ്പമുള്ളതെന്ന് ഞാൻ പറഞ്ഞാണ്. 7-ാം ഭാവം കല്യാണത്തിന്റെ ഇതെടുത്തു. അപ്പൊ 7-ാം ഭാവത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഇത് തന്നെ പറയാം, ശുക്രൻ നിൽക്കുന്നു. അപ്പൊ ശുക്രന്റെ രാശി ലോഡെന്ന് പറയുന്നത് നക്ഷത്ര ലോഡ് രാഹുവാണ്. അപ്പൊ രാഹു തരുന്നത് 3-ന്റെയും 2-ന്റെയും ഫലങ്ങൾ തരും. കൂടിപ്പോയാൽ അത് തരുന്നത് അതിന്റെ നക്ഷത്രത്തിന്റെ ഫലവും വരും. പക്ഷെ അതിനൊരു അന്തിമ തീരുമാനം തരുന്നത് ഈ ശുക്രൻ നിൽക്കുന്ന ശുക്രന്റെ രാശി സബ് ലോഡ് ചൊവ്വയാണ്. ചൊവ്വ എവിടെ ഏതൊക്കെ ബലങ്ങളാണ് തരുന്നത് നോക്കാം. അപ്പൊ ചൊവ്വ നിൽക്കുന്നത് നമുക്ക് എവിടെയാണ്? ചൊവ്വ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് തരുന്നത്. അപ്പൊ വൃശ്ചികം എന്ന് പറയുന്നത് 12-ാം ഭാവമാണ്. അപ്പൊ 12-ാം ഭാവം പൊതുവെ മോശമായ ഭാവമാണ്. 6, 8, 12 പൊതുവെ മോശമായ ഭാവമാണ്. അപ്പം 12-ല് ശുക്രൻ പിന്നെ ഇത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തരുന്ന ഫലത്തില് കുറച്ച് മോഡിഫിക്കേഷൻ, കുറച്ച് പ്രയാസങ്ങളും കുറച്ച് ഇപ്പം 2ഉം 3ഉം വന്നുകൊണ്ട് 2എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ധനത്തിന്റെ ചോദ്യമായിരുന്നിരിക്കാം. ധനം എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യമായിരുന്നു. എനിക്ക് എന്റെ സമ്പാദ്യം എങ്ങനെ വരും 2-ാം ഭാവം നോക്കി. അപ്പൊ അതിന്റെ ഇത് വരുമ്പോഴത്തേക്ക് രാഹു നമുക്ക് 2ഉം 3ഉം തരുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ചില യാത്രകളിലോ 3-ാം ഭാവത്തിന്റെ ഇതിൽ ആ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ധനം വരുമെന്ന് പറയാം. പക്ഷെ അത് നമ്മുടെ ചൊവ്വയാണ് അതിന്റെ നക്ഷത്ര സബ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 12ഉം 5ഉം വന്നു. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിപരമായി ഉണ്ടാവുമെങ്കിലും 6ആണ് നമുക്ക് നമ്മുടെ ഒരു ഇൻകം എന്ന് പറയുന്നത്, നമ്മുടെ ശമ്പളം നമ്മൾ സർവീസിൽ നിന്ന് കിട്ടുന്നത്. 6-ന്റെ 12ആണ് 5. അപ്പൊ അവിടെ ഒരു കുറവ് വന്ന് 12 എന്ന് പറയുന്നത് നമുക്ക് നഷ്ടം വന്ന് നമുക്ക് നഷ്ടം വരാം. വേറെ രീതിയിൽ എടുത്താൽ ഈ നഷ്ടം നമുക്ക് എങ്ങനെ പരിഹരിക്കാം? 12ന്റെ അടുത്ത ഭാവകാരകത്വം എന്തോന്ന് നോക്കുക. 12ന്റെ ഭാവകാരകത്വം നമ്മള് വിദേശമാണ്. വിദേശത്ത് പോയാൽ നമുക്ക് രക്ഷപ്പെടാം. അപ്പം ആ ഭാവത്തിന്റെ അത് റെമഡി പറയുന്നതാണ് നമ്മൾ. അപ്പം 12 ഭാവം വരെ പൊതുവെ നഷ്ടം വരാം. പക്ഷെ 12-ാം ഭാവത്തിന്റെ കാര്യം ഇപ്പോൾ ഒരാൾക്ക് ജോലിയുടെ കാര്യം വരുന്നത് ശമ്പളം ഇത് വരുന്നു, നഷ്ടം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉപദേശിക്കുക, നിങ്ങൾ വിദേശത്ത് പോകും. വിദേശത്ത് പോയി കഷ്ടപ്പാടുണ്ടാവും, പക്ഷെ നമുക്ക് ധനം വരും. അപ്പൊ അതാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അത് ഭാവങ്ങളുടെ കാരകത്വം ഞാനത് തരാം. ഭാവങ്ങളുടെ കാരകത്വം കുറച്ച് തരാം, കുറച്ച് നിങ്ങൾ അല്ലാതെ പൊതുവെയുള്ള നമ്മൾ അല്ലാതെ എടുക്കേണ്ടി വരും. എന്റെ ഒരു നല്ല ഇതുണ്ട്, അത് ഞാൻ തരാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. വിഷ്ണു പറയൂ സർ. സൗണ്ട് ചെറുതായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട് സർ. എന്റെയോ? അത് ഞാൻ നോക്കാം. സാർ അപ്പൊ ധൈര്യം ചെയ്യാറേ അല്ലെ, എല്ലാം മനസ്സിലാവില്ലേ സാറേ? ക്ലാസ്സിൽ ഒന്നും തുടങ്ങുന്നുണ്ട്, വിശദമായിട്ട് എന്റെ ക്ലാസ് എടുക്കുന്നത്. ശരി സാർ. സാറിന് കണക്കിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ സാറ് കുറച്ചുകൂടി സ്പീഡ് കുറച്ച് ഞങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു തരണം. നമ്മൾ മനസ്സിലാവുന്ന രീതിയിലേ പോവുള്ളൂ. നമ്മൾ സ്പീഡ് അതല്ല, ഞാൻ ഇത് ഈ ഒരു മണിക്കൂറിൽ ഇത്രയും തീർക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ ഇന്ന് ചെയ്തത്. നമുക്ക് ക്ലാസ് വരുമ്പോൾ നമുക്ക് അങ്ങനെയല്ല. ക്ലാസ് വരുമ്പോൾ നമ്മൾ പഠിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോ എന്റെ സ്പീഡ് കുറയുകയും ചെയ്യും, നിങ്ങൾക്ക് സംശയം ചോദിച്ച് തീർത്ത് പോവുകയും ചെയ്യാം. കാരണം സാധാരണ ഒരു ജ്യോതിഷം എന്നുള്ള രീതിയിലായി കഴിയുമ്പോൾ രാശി മാത്രമേ നോക്കാറുള്ളൂ. ഇതിപ്പോ രാശി അല്ല, അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് വ്യാഴം, അതാ ഞാൻ പറഞ്ഞത്. വ്യാഴം 7-ലല്ല നിൽക്കുന്നത്. നമ്മൾ ഒറ്റയടിക്ക് നോക്കിയാൽ വ്യാഴം എവിടെ നിൽക്കുന്നു? 8 നിൽക്കുന്നു. പക്ഷെ നമ്മള് KP വെച്ച് നോക്കുമ്പോൾ അത് നിൽക്കുന്ന 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവത്തിന്റെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പം വിവാഹം നിൽക്കും. വ്യാഴം വിവാഹത്തിന് ഗുണം, 8-ലാണെങ്കിലോ വിവാഹത്തിന് ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇത് 6-ലാണ് പോകണമെങ്കിലോ അതും ദോഷം ചെയ്യും. അപ്പൊ 7-ലാകുമ്പോഴത്തേക്ക് വിവാഹപരമായ കാര്യങ്ങൾക്കും അങ്ങനെയുള്ള ബിസിനസ് പരമായ കാര്യങ്ങൾക്കും വ്യാഴം നമുക്ക് നല്ലത് തരും. അതാണ് നമ്മൾ ഇത്രയും ഇതായി നമ്മളിതില് നമ്മള് പിന്നെ വർഗ ചാർട്ടുകളൊക്കെ എടുത്തു പോവുകയാണെങ്കിൽ നമ്മൾ അതിൽ നമുക്ക് പരിഹരിക്കാം ഈ സാധനങ്ങളെല്ലാം. നമ്മള് D13 D60 ഒക്കെ എടുത്ത് നമുക്ക് പോവുകയാണെങ്കിൽ, ദശാംശം ചാർട്ടൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതിൽ നമുക്കിത് അവിടെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പം അത്രയും ഇത് പഠിക്കണ്ട എന്നുള്ളതാണ് നമുക്ക് KP ജ്യോതിഷം പഠിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഗുണം വരുന്നത്. ഇത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നെ പറഞ്ഞുതരാം. കാര്യം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഭാവങ്ങളുടെ കാരകത്വം മാത്രമേ പഠിക്കുന്നുള്ളൂ. ഗ്രഹങ്ങളുടെയും
രാശിയുടെയും കാലഘട്ടത്തിൽ നമ്മളിപ്പോ തുടർത്തേയില്ല. ഇതിന്റെ ബേസിക് കംപ്ലീറ്റ് ആയ ശേഷം മാത്രം നമ്മളെ മിടുക്കൊണ്ട് കാലഘട്ടം ഇപ്പൊ 7ാം ഭാവം ബുധനാണ്. 7ാം ഭാവം നിൽക്കുന്ന എവിടെയാ? മിഥുനമാണ്. അപ്പൊ മിഥുനത്തിന്റെ കാര്യത്തിൽ നമുക്ക് അവിടെ പറയാം. ബുധൻ എവിടെ നിൽക്കുന്നു? ബുധൻ 11 നിൽക്കുന്നു, 12 നിൽക്കുന്നു. ബുധന്റെ കാര്യത്തിൽ നമുക്ക് അവിടെ പറയാം. അപ്പൊ അങ്ങനെ പറയുന്നത് പിന്നെ നമുക്ക് പറയാം. ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇത് മനസ്സിലാക്കി പോയ ശേഷം അത് ഭാവകാരകത്ത് മാത്രം വെച്ചാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, ആരെങ്കിലും സംശയം ഉണ്ടോ ഇനി? സാറേ, ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സുകള് പിന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളാണ് രണ്ടും കഴിഞ്ഞത്. 2 ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമ്മൾ ഒന്നേന്ന് തുടങ്ങിയാണ്. ഇനി നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ഇനി തുടങ്ങാൻ പോണത്. അതെ, ഇപ്പൊ കഴിഞ്ഞതെല്ലാം 2 ക്ലാസ്സുകളും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളും. ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ എടുത്തത്. എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും തീർക്കണം എന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു വിവാഹത്തിന്റെ ഒരു ചാർട്ടോടെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല. നമുക്ക് അത് വിശദമായിട്ട് പഠിക്കുമ്പോൾ എടുക്കാം. മാസമായിരിക്കും അതിന്റെ തീയതി പിന്നീട് അറിയിക്കാം. ചിലപ്പോ ഈ മാസം തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ അടുത്ത മാസമായിരിക്കും. ഓക്കെ, ഡേറ്റ് ചിലപ്പോ അടുത്ത തിങ്കളാഴ്ച തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും. എന്തായാലും ഡേറ്റ് 2 ദിവസത്തിനുള്ളിൽ ഗ്രൂപ്പിലിടാം. ഇതിന്റെ വീഡിയോ തന്നെ ഇടാം കേട്ടോ. സർ കാലത്ത് തന്നെ ആയിരിക്കില്ലേ? കാലത്ത് തന്നെ ആയിരിക്കില്ലേ ക്ലാസ്? സമയം ഇത് തന്നെ, സമയത്തിനൊന്നും ഒരു മാറ്റമില്ല. ശരി ശരി സർ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. താങ്ക് യു സാർ. നമസ്കാരം സാർ, നമസ്കാരം.